നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗുരുതര പ്രതിസന്ധി തുറന്നുകാട്ടിയിരിക്കുകയാണ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഉള്ളുപൊള്ളുന്ന ആ വാക്കുകൾക്ക് പിന്നിൽ ലാഭേച്ഛയില്ലാതെ ഒരു സമൂഹത്തെ സേവിക്കാനുള്ള ചിന്ത മാത്രമാണ്. പക്ഷേ പതിവ് പോലെ പ്രഹസന നാടകവുമായി ആരോഗ്യമന്ത്രിയും രംഗത്തെത്തിയിട്ടുണ്ട്. യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ളത് ഡോക്ടർ ഹാരിസ് ചിറക്കലിന് ലഭിച്ച പൊതുസമൂഹത്തിന്റെ പിന്തുണയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു, അനാരോഗ്യ കേരളത്തിന് ഉത്തരവാദികൾ ആര്? ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്ന അതിഥികൾ BJP പ്രതിനിധിയായി അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, കോൺഗ്രസിന്റെ പ്രതിനിധിയായി പ്രൊഫസർ റോണി കെ ബേബി, ഇടത് നിരീക്ഷകൻ റെജി ലൂക്കോസൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ AG ജോർജ് എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ റോണി കെ ബേബിയിലേക്ക്. സിസ്റ്റത്തിന്റെ പ്രശ്നം എന്നാണ് ആരോഗ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം ഇതിന്മേൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അച്ചടക്ക നടപടി എടുക്കാനുള്ള ഏകദേശ ധാരണയൊക്കെ ആയതാണ്. പക്ഷേ പൊതുസമൂഹത്തിൽ നിന്ന് ഏറ്റ വലിയ പിന്തുണ ഡോക്ടർക്കും അതോടൊപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിനെതിരായിട്ടുള്ള, ആരോഗ്യമന്ത്രിക്കും സർക്കാരിനെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള വിമർശനവും ഉയർന്നതോടുകൂടി അതിൽ നിന്നൊന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രഹസന നാടകവും റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നുള്ള പതിവ് പല്ലവിയും ഒക്കെ അല്ലാതെ മറ്റൊരു നടപടിയിലേക്കും കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് മാധ്യമപ്രവർത്തകരോട് മുൻപിൽ വലിയ രീതിയിലുള്ള കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു വിദേശ രാജ്യത്ത് MRI സ്കാനിന് 7 മാസം നിൽക്കണം, നമ്മുടെ അവസ്ഥ അതല്ല എന്നൊക്കെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ ഡോക്ടർ നിരത്തിയ കണക്കുകൾ എങ്ങനെയാണ്? വളരെ ലജ്ജാകരമായും ഖേദകരമായും എനിക്ക് ആ വിദ്യാർത്ഥിയോട് ഇന്ന് സർജറി നടത്താൻ കഴിയില്ല എന്ന് പറയേണ്ടി വന്നു എന്ന് അങ്ങേയറ്റം ദുഃഖത്തോടുകൂടി ആ പറഞ്ഞ വാക്കുകൾ, മാധ്യമപ്രവർത്തകരോടക്കം ആ പറഞ്ഞ വാക്കുകൾ എങ്ങനെ നമുക്ക് വിലയിരുത്താം? ഇവിടെ ആരോഗ്യമന്ത്രിയാണോ പൊതുസമൂഹത്തോട് കള്ളം പറയുന്നത്, അതോ ആ യൂറോളജി വിഭാഗം ഡോക്ടറോ? കേരളത്തിന്റെ പൊതുജന ആരോഗ്യ രംഗം വെന്റിലേറ്ററിലാണ് എന്നതിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ്, ഉദാഹരണമാണ് ഇന്നലെ ഡോക്ടർ ഹാരിസ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞത്. ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയുമാണ്. ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ അനുഭാവിയാണ്, അവരുടെ സർവീസ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളെ നമുക്ക് അവിശ്വസിക്കേണ്ടതില്ല. പക്ഷെ ഈ ഡോക്ടർ ഹാരിസ് ഈ പറഞ്ഞ വസ്തുതകൾ ഇത് ഈ നാട്ടിലുള്ള സാധാരണക്കാർക്ക് നേരിട്ട് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവര് പറയുന്നത് പോലെ സർക്കാർ PR ഏജൻസികളെ വിലക്കെടുത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളം നമ്പർ 1 ആണ്, കേരളം മാതൃകയാണ്, ഉദാത്ത മാതൃകയാണ്, കേരളത്തിന്റെ പൊതുജന ആരോഗ്യ രംഗം ലോകത്തിന് തന്നെ മാതൃകയാണ് എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നതല്ലാതെ കേരളത്തില് ഒന്നും നടക്കുന്നില്ല. കോവിഡ് കാലത്ത് തന്നെ നമ്മൾ കണ്ടു, BBC പോലും സ്വാധീനിച്ചുകൊണ്ട്, കൂലിക്ക് എഴുത്തുകാരെ പണം കൊടുത്ത് സ്വാധീനിച്ചുകൊണ്ടൊക്കെ വലിയ നേട്ടങ്ങൾ കേരളത്തിൽ കോവിഡ് കാലത്ത് നടക്കുന്നു എന്ന് ഇവരെ എഴുതി പ്രചരിപ്പിച്ചു, PR വർക്ക് നടത്തി. പക്ഷേ കേരളത്തിൽ 27,000 കോവിഡ് മരണങ്ങൾ മൂടി വെച്ചു എന്ന വസ്തുതയാണ് പിന്നീട് പുറത്തു വന്നത്. അതുമാത്രമല്ല, 2 കോവിഡ് കാലത്ത് നഗ്നമായി അഴിമതി നടത്തിയ, തീവെട്ടിക്കൊള്ള നടത്തിയ ആളുകൾ ഈയാം പാറ്റി പോലെ മരിച്ചു വീഴുമ്പോൾ ലോകത്ത് മറ്റൊരിടത്തും കാണത്തില്ല, അതുപോലും അവസരമാക്കി മാറ്റിയ ഒരു ഭരണകൂടം. ഇവർക്ക് എന്ത് സംഭാവനയാണ് കേരളത്തിന്റെ പൊതുജന ആരോഗ്യ രംഗത്ത് നൽകുവാനായിട്ടുള്ളത്? ഇന്നലത്തെ തന്നെ ഒരു വാർത്ത, അല്ലെ ഇന്ന് പത്രങ്ങളിൽ അച്ചടിച്ചു വന്നൊരു വാർത്ത ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പേവിഷബാധയേറ്റ് 6 വയസ്സുള്ള ഒരു ബാലൻ കൂടി മരണപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തിനകം കേരളത്തിൽ 24 പേരാണ് വാക്സിൻ എടുത്ത ആളുകൾ. ഇനി എന്തിനാണ് ഈ വാക്സിൻ എടുക്കുന്നത്? ഈ വാക്സിന്റെ ഗുണനിലവാരം എന്താണ്? ഇവിടെ സർക്കാർ ആരോഗ്യ വകുപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിന്റെ ഉന്നതങ്ങളിൽ വലിയ അഴിമതി കേരളത്തിൽ നടക്കുക. കോവിഡ് കാലത്ത് മാത്രം ഏകദേശം ശ്രീ റോണി കെ ബേബി, ചില സാങ്കേതിക തകരാറുകൾ ഉണ്ട് എന്നാണ് കരുതുന്നത്. നമുക്ക് അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കൂടി കേൾക്കാം. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്ന് ആവർത്തിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ആ വാക്കുകളിലേക്ക് കൂടി പോകാം.
2023 കഴിഞ്ഞ മെഷീൻ 2021 കമ്മീഷൻ ചെയ്ത മെഷീൻ 2023 വരെ ഞങ്ങൾ ചെയ്തതിനകത്ത് ഏകദേശം 3900 രോഗികളെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ എത്ര പേരുടെ ഓപ്പറേഷൻ അത് വെച്ച് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അത് 2023 മുതൽ ഈ വർഷം വരെ അത് മുടങ്ങിയിരിക്കുമ്പം എത്ര പേർക്കാണ് അത് ചെയ്യാൻ പറ്റാതിരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ അടിയന്തര സ്വഭാവം ഞാൻ ഇവരെ അറിയിച്ചതാണ്. ESWLയുടെ അടിയന്തര സ്വഭാവം ഞാൻ അറിയിച്ചതാണ്. ഇതിപ്പോൾ മുടങ്ങാത്തതിൻ്റെ ഒരു രഹസ്യം അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു തരികയാണ്. ഇപ്പോൾ രോഗികൾ തന്നെ വാങ്ങിച്ചു തരികയാണ്. രോഗികൾ ഇപ്പോൾ RIRS എന്ന് പറഞ്ഞൊരു ഒരു ഓപ്പറേഷൻ ഉണ്ട്, RIRS. അത് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. നിങ്ങൾ യൂറോളജി വന്നിട്ടുള്ള ഏതെങ്കിലും രോഗികളോട് ചോദിച്ചാൽ പറയാം നിങ്ങൾ എത്ര രൂപയാണ് ഇതിന് ഹോസ്പിറ്റലിൽ അടച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ എമൗണ്ട് പറഞ്ഞു തരും. ഞാൻ കള്ളം പറയുന്നതാണോന്ന് അറിയാൻ വേണ്ടി. അത് അവരുടെ കയ്യിൽ നിന്ന് പിരിച്ച് നമ്മൾ ഉപകരണം ഓരോ ഉപകരണം കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ട് ആ പൈസ അവർ ഷെയർ ചെയ്ത് കമ്പനിക്ക് അടയ്ക്കുകയാണ്. ഇങ്ങനെയാണ് RIRS അറിഞ്ഞാൽ ശസ്ത്രക്രിയ നടന്നു പോകുന്നത്. ഒക്കെ നമ്മളിങ്ങനെ അപേക്ഷിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തും ഒക്കെയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ട് നമ്മൾ ഇത് പലപ്പോഴും ചെയ്ത് തീർക്കുന്നത്. പ്രൊഫസർ AG ജോർജ്, ഡോക്ടറുടെ വാക്കുകൾ താങ്കളും കേട്ടിരിക്കുമല്ലോ. എത്ര ദയനീയമാണ് ആ ഡോക്ടർ പറയുന്നത്. അതായത് എരന്നും അപേക്ഷിച്ചുമൊക്കെ മതിയായി, ഇനി സർവീസിൽ തുടരണമോ എന്ന് തന്നെയാണ് ആലോചിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് മാത്രമല്ല, മാധ്യമങ്ങളോട് ഇതൊക്കെ പങ്കുവച്ചതിന് ശേഷം ഇന്ന് ഞായറാഴ്ചയാണ് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിലേക്ക് കയറുന്ന കാഴ്ച. ഒരു ദിവസം എന്തിനാണ് വീട്ടിലിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് യാത്രയാകുന്നതും നമ്മൾ കണ്ടതാണ്. ഒരു ഭാഗത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജോലി ചെയ്യാൻ തയ്യാറായ ഒരു പറ്റം മനുഷ്യർ, മറ്റൊരു ഭാഗത്ത് വെറും രാഷ്ട്രീയ കളിയും കാപട്യവുമായി നടക്കുന്ന രാഷ്ട്രീയക്കാരും സർക്കാരും. ഇത് നമുക്ക് എങ്ങനെ താരതമ്യം ചെയ്യാൻ കഴിയും? കേരളത്തിൻ്റെ മനസാക്ഷിയെ ഇത്രയേറെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. സാധാരണ മനുഷ്യരായിട്ടുള്ള ആളുകളുടെ വികാരങ്ങളെ ഇത്രയും അധികം തൊട്ടുണർത്തിയ അതിപ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ കണ്ണുകൾ തുറപ്പിക്കുന്നില്ല എങ്കിൽ അവർ ആ സ്ഥാനത്തിരിക്കാൻ യാതൊരു യോഗ്യതയുമുള്ളവരല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. എത്ര സത്യസന്ധമായിട്ടാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മെഡിക്കൽ കോളേജിലെ അതീവ പ്രാധാന്യത്തോടുകൂടിയുള്ള ഒരു വകുപ്പിൻ്റെ അധ്യക്ഷനായ ഉന്നത ബിരുദധാരിയായ ഏതാണ്ട് 56 വയസ്സ് പ്രായമുള്ള ഒരു ഡോക്ടർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും വളരെ സത്യസന്ധമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം ഇന്നലെ മുതൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും അതുപോലെ പൊതുസമൂഹത്തോടും വാർത്താമാധ്യമങ്ങളോടും അദ്ദേഹം പറയുന്ന വാക്കുകളിൽ യാതൊരു തരത്തിലുള്ള പൊരുത്തക്കേടുകളുമില്ല. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ സാധാരണ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു പൊതുസ്ഥാപനത്തിൽ പഠിച്ച് ഒരു ഡോക്ടറായ ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പാവപ്പെട്ട ആളുകൾ എൻ്റെ അടുത്ത് വരുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ ഞാൻ ആശ്ചര്യമായി ഹൃദയസ്പർശിയായിട്ടാണ് അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്നത്. എന്നാൽ ദയനീയമെന്ന് പറയട്ടെ, എൻ്റെ ഈ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പിന്തുണയും ലഭിക്കാത്തതായ ഒരു ഭരണ സംവിധാനമാണ് ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ വളരെ ഗൗരവമായ വിഷയം. ഇതിനെ യാതൊരു കാരണവശാലും രാഷ്ട്രീയവൽക്കരിച്ച് കാണേണ്ട ഒരു കാര്യമല്ല. ഇതിൻ്റെ നാൾവഴി പരിശോധിക്കുമ്പോൾ അദ്ദേഹം തന്നെ മുൻപ് പറഞ്ഞ പല കാര്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹം ഇട്ട പോസ്റ്റുകളെ സംബന്ധിച്ചൊക്കെ മാധ്യമപ്രവർത്തകർ തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അല്പം മാനസികമായി ഒരു ഇടതുപക്ഷ ചായ്വുള്ള ഒരാളാണ്. എന്നിട്ട് പോലും അദ്ദേഹം ഇത് വിളിച്ച് ഇപ്പോഴത്തെ സംവിധാനത്തിന് മുൻപിൽ പറയണമെന്നുണ്ടെങ്കിൽ എത്രയേറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇത് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം അല്പം മുമ്പ് പറഞ്ഞ വാക്യങ്ങളൊക്കെ ഈ മനുഷ്യ മനസാക്ഷിയെ എത്ര സ്പർശിച്ചു. അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ നോക്കണം. എൻ്റെ ചെരുപ്പ് തേഞ്ഞു, ഞാൻ ഭിക്ഷയാചിച്ചല്ലെങ്കിൽ ഇരുന്നാണ് ഞാൻ ഓപ്പറേഷൻ നടത്തുന്നത്. കേൾക്കണം, അദ്ദേഹം കേരളത്തിലെ ചരിത്രമുറങ്ങുന്നതായിട്ടുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിലെ യൂറോളജിയുടെ വകുപ്പധ്യക്ഷനാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് ഓർക്കണം. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരിക്കലും ആരുടെ മുൻപിലും തലകുനിച്ചിട്ടുള്ളയാളല്ല,
പക്ഷേ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഓഫീസിലെ ക്ലാർക്കന്മാരെ പോലും അവരാരും മോശക്കാരായിട്ടല്ല, സാറേ സാറേ എന്ന് വിളിച്ചുകൊണ്ട് നടക്കേണ്ട ഒരവസ്ഥയാണ് എനിക്കുണ്ടായത്. ഞാൻ എത്രയോ നാളുകളായി പറയുന്നു, ഈ പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അനിവാര്യമാണ്, അവർക്ക് കൊടുക്കേണ്ട മരുന്നുകൾ അനിവാര്യമാണ്. ഇതെല്ലാം അദ്ദേഹം ബന്ധപ്പെട്ട അധികാരികളെ, അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ മാറ്റിവെച്ച ആളിനെ സംബന്ധിച്ചിടത്തോളം ആ ആവശ്യത്തെക്കുറിച്ച് മന്ത്രിയുടെ ഓഫീസിൽ വരെ വിവരം അറിയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടുത്തെ സർക്കാരിൻ്റെ പ്രധാനമായിട്ടുള്ള നിരുത്തരവാദപരമായ സമീപനം ഈ ചുവപ്പ് നാടയിൽ കുരുക്കി ആശുപത്രികളെ, മരണാസന്നരായിട്ടുള്ള രോഗികളെ പോലും രക്ഷിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം, ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഈ ഗവൺമെൻറ്റും ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയും വഹിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. ആരോഗ്യമന്ത്രിക്ക് ഈ ഡോക്ടർക്ക് ലഭിക്കുന്ന പൊതുജന പിന്തുണ കണ്ടപ്പോൾ ഇന്ന് ആ ആരോഗ്യമന്ത്രി, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞ എന്താണ്, വളരെ സത്യസന്ധനായ ഒരു ഡോക്ടറാണ് അദ്ദേഹം. 365 ദിവസങ്ങളിൽ 360 ദിവസവും ആശുപത്രിയിൽ പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാൻ ഏതാണ്ട് 2 ലക്ഷം രൂപ ശമ്പളമുള്ള അദ്ദേഹം ഇരുചക്ര വാഹനത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്ക് പോലും കഴിയുന്നില്ല എന്ന ആ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും എത്ര വലുതാണ് എന്ന് നമ്മൾ കാണണം. നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട് ഇത്രയേറെ ആരോഗ്യവകുപ്പ് കുട്ടിച്ചോറായ ഒരു സാഹചര്യം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ന് ആശുപത്രികളിൽ രോഗികളായി വരുന്ന ആളുകൾക്ക് ഓപ്പറേഷൻ വേണമെങ്കിൽ അവർ ഉപകരണങ്ങൾ പുറത്തു നിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ സർക്കാർ ആശുപത്രികൾ നടത്തുന്നതിനുള്ള സംവിധാനവും? ഒരു നിമിഷം പോലും ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ ഇരിക്കുന്നവർക്ക് അതിരിക്കാൻ അവകാശമില്ല എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു, പലരെയും സമീപിച്ചിട്ട് വളരെ നിസ്സഹകരണമായിട്ടുള്ള, വളരെ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള ചില സമീപനങ്ങളൊക്കെ നടത്തിയാണ് ഈ ശ്രമങ്ങളെയൊക്കെ പരാജയപ്പെടുത്തുന്നത്. അദ്ദേഹം ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനെ അറിയിച്ചു, അദ്ദേഹം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ അറിയിച്ചു, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ അറിയിച്ചു. അവിടെ ഒന്നും പരിഹാരം കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം മന്ത്രി ഓഫീസിൽ വരെ അറിയിച്ചിട്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വിവരം സാധാരണക്കാരായ ജനങ്ങളെ അറിയിക്കേണ്ടി വന്നത് എന്നത് എത്ര പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ സംവിധാനത്തിൻ്റെ തകരാറ് കൊണ്ട്, പിഴവ് കൊണ്ട് സംഭവിക്കുന്നത് സാധാരണ മനുഷ്യരുടെ ജീവൻ അപകടത്തിലാവുക എന്നതാണ്. മരിച്ചു പോകുന്ന ആളുകളുടെ ജീവൻ ഒരിക്കലും തിരിച്ചെടുക്കാൻ ആർക്കും സാധ്യമല്ലല്ലോ. അദ്ദേഹം പറയുന്നു, ഇവിടെ ഓപ്പറേഷനുകൾ തടയുകയാണ്. ഇവിടെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഹൃദയസ്പർശിയായി പറഞ്ഞ ഒരു സംഭവം കൂടെ പരാമർശിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രായമുള്ള അഗ്രികൾച്ചറൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, 23 വയസ്സുള്ള വിദ്യാർത്ഥി, ബ്ലാഡർ സ്റ്റോൺ അല്ലെങ്കിൽ വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്നതിനായിട്ടാണ് ആശുപത്രിയിൽ അഭയം തേടിയത്. വേദന സഹിക്കവയ്യാതെ വല്ലാതെ കടന്ന് പുളയുന്ന 23 വയസ്സുകാരനായി ഈ രോഗിയുടെ മുഖത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനെ പോലെ അദ്ദേഹത്തിന് വികാരമുണ്ടായി. അവനോട് പറഞ്ഞു, ഓപ്പറേഷൻ അനിവാര്യമാണ്, വേദന മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ വൃക്കയിലെ കല്ല് നീക്കം ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ഓപ്പറേഷൻ നടത്താനായി തീരുമാനിക്കുന്ന സന്ദർഭത്തിലാണ് അതിന് വേണ്ടതായിട്ടുള്ള ഉപകരണങ്ങൾ ഇല്ല എന്ന് ബോധ്യപ്പെടുന്നത്. ആകപ്പാടെ അദ്ദേഹം വിഷമത്തിലായി. ഈ മകൻ വേദന കൊണ്ട് പുളയുകയാണ്, ഈ യുവാവ് വേദന കൊണ്ട് പുളയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, നമുക്കൊന്നും സങ്കല്പിക്കാനാവാത്ത ഒരു പരിസരമാണ് അവിടെ ഉള്ളതെന്ന് നമ്മൾ കാണണം. അവിടെ നിന്നുകൊണ്ട് നിസ്സഹായനായി അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ഓപ്പറേഷൻ ഇന്ന് നടത്താൻ നിവർത്തിയില്ല, ആവശ്യമായിട്ടുള്ള ഉപകരണം ഇവിടെ ഇല്ല. ഞാൻ ഈ ഉപകരണം തേടി കുറച്ച് നാളുകളായി ബന്ധപ്പെട്ട ആളുകളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോഴും വേദന കൊണ്ട് പുളയുന്ന ഒരു യുവാവിൻ്റെ ചിത്രമാണ് മനുഷ്യ മനസാക്ഷിയെ ഏറെ വേദനിപ്പിച്ചത് എന്നതാണ്. ഇതിൻ്റെ ഉത്തരവാദിത്തം ഈ പറയുന്ന ഈ സമ്പ്രദായം മേൽനോട്ടം വഹിക്കുന്ന ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ
വഹിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാം ശ്രീ എ ജെ ജോർജ്, അതേ ആരോഗ്യമന്ത്രി തന്നെയല്ലേ ഇന്ന് വ്യക്തമാക്കിയത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്നുള്ളത്. മുന്നിൽ വരുന്ന രോഗി നമ്മുടെ കൂടപ്പിറപ്പോ മകനോ ലൈഫ് പാർട്ട്ണറോ ഒക്കെ ആണെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ള ഡോക്ടറുടെ വാചകങ്ങളെ കടമെടുത്ത് തന്നെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയെങ്കിലും സിസ്റ്റത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് ഒഴിയുന്നതാണ് കാണാൻ കഴിഞ്ഞത്. പിന്നെ കുറെ കണക്കുകളും എത്രയൊക്കെ ഓപ്പറേഷൻ സർജറികൾ നടത്തിയിട്ടുണ്ട്, ഇന്ന വാർഡുകളിൽ എത്രയൊക്കെ രോഗികൾ വന്നിട്ടുണ്ട് എന്നുള്ള കുറെ കണക്കുകളും നിരത്തുകയുണ്ടായി. അല്ലാതെ ഈ സിസ്റ്റം ഉടനടി മാറ്റുമെന്നോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണുമെന്നോ അല്ല. പതിവ് പോലെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇപ്പോൾ 4 അംഗ സമിതിയെയും ഈ കാര്യം അന്വേഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളായി മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ. ഒരു ഭാഗത്ത് ICUവിനകത്ത് കിടക്കുന്ന രോഗി വരെ പീഡിപ്പിക്കപ്പെടുന്നു, മറ്റൊരിടത്ത് പൊട്ടിത്തെറി ഉണ്ടാകുന്നു ICUവിനകത്ത്. ഇപ്പോഴും അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വലിയ രീതിയിലുള്ള കുടിശ്ശിക മൂലം മരുന്നു വിതരണം ആകെ സ്തംഭിച്ചിരിക്കുന്നു. ഈ അവസരത്തിലാണ് ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഇതൊക്കെ കണ്ട് മടുത്തുകൊണ്ട് ആ ദുരവസ്ഥ പൊതുസമൂഹത്തിനുള്ളിലേക്ക് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചത്. വലിയ സമ്മർദ്ദമുണ്ടായി കഴിഞ്ഞ ദിവസം തന്നെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. അതിന് DMO വാർത്താമാധ്യമങ്ങൾക്ക് മുൻപാകെ അതിന് നൽകിയ മറുപടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വിശദീകരണം എന്ന് പറയുന്നത്, ഡോക്ടർ ഹാരിസ് ചിറക്കൽ വൈകാരികമായി നടത്തിയ ഇത് മാത്രമായിരുന്നു, ഒരു അഭിപ്രായം മാത്രമായിരുന്നു, അതിനൊക്കെ പരിഹാരം കാണും ഉടനടി എന്ന് പറഞ്ഞു. ഇതേ അഭിപ്രായം പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പിൻവലിപ്പിക്കാനും അവർ വലിയ രീതിയിലുള്ള പ്രയത്നം നടത്തി. അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചു. പക്ഷേ ഇന്ന് അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ആർജവത്തോടുകൂടി തന്നെയാണ് ഡോക്ടർ വ്യക്തമാക്കിയത്. ഇവിടെ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് ഇന്നും ആരോഗ്യമന്ത്രി പറയുമ്പോൾ ഏതു രീതിയിലാണ് വർഷങ്ങളായി ഇത്തരത്തിൽ 2023 മുതൽ ഒരു സർജറി മുടങ്ങിക്കിടക്കുകയാണെന്ന് ഡോക്ടർ ആവർത്തിക്കുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നെങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഓരോ പ്രാവശ്യവും നീങ്ങിയത്. സൂപ്രണ്ടിനും മേലുദ്യോഗസ്ഥർക്കും ഒടുവിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനും PAയ്ക്കും ഒക്കെ അറിയിച്ചു കഴിഞ്ഞു. പിന്നീടും തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? മന്ത്രി തന്നെ ഇതിന് മറുപടിയും പറയുന്നുണ്ട്. സിസ്റ്റം തകരാറിലാണ്, ഈ സിസ്റ്റം തന്നെ തെറ്റാണ് എന്ന്. അതായത് സ്വന്തം വകുപ്പ്, സ്വന്തം മന്ത്രിസഭ, അതിന് ആരോഗ്യരംഗത്തോടുള്ള നിലപാടും കാഴ്ചപ്പാടും തെറ്റാണ് എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത് തന്നെ അതിന്റെ ഗൗരവം വെളിവാക്കുന്ന കാര്യമാണ്. ശ്രീ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നിലമ്പൂർ ഇലക്ഷന്റെ റിസൾട്ട് വന്ന സമയത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട്, സ്ഥാനാർത്ഥി തോറ്റെങ്കിലും കിട്ടിയ വോട്ട് വജ്രത്തിളക്കമുള്ളതാണ്, സ്വർണത്തിളക്കമുള്ളതാണ്, അതിന് ആദർശത്തിന്റെ പരിവേഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ ശക്തമായി പിന്തുണച്ച ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു CPM അനുഭാവിയാണ്, അത് വളരെ വ്യക്തമാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇത്ര ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ടി വന്നു. മന്ത്രിയുടെ സെക്രട്ടറി ഇടപെട്ട് അത് പിൻവലിപ്പിച്ചു. പക്ഷെ പിന്നീടും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപേ വന്ന് വളരെ കൃത്യവും വ്യക്തവുമായി നിലപാട് വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം അദ്ദേഹം ഒരു മനുഷ്യനാണ്. വൈകാരികമായി പ്രതികരിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. കാരണം മനുഷ്യന് വികാരമുണ്ടാകും. അതുകൊണ്ട് അദ്ദേഹത്തിന്, ഡോക്ടർക്ക് വികാരപരമായി പ്രതികരിക്കേണ്ടി വന്നു. മന്ത്രിക്ക് മനുഷ്യത്വം ഇല്ലാത്തത് കൊണ്ട്, മുഖ്യമന്ത്രിക്ക് മനുഷ്യത്വം ഇല്ലാത്തത് കൊണ്ട് വികാരമൊന്നും ഉണ്ടായി കാണില്ല. പക്ഷെ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ള നിലപാട് വന്നപ്പോൾ ഡോക്ടർമാരുടെ സംഘടന മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നാകെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് കൊടുത്ത പിന്തുണ, ഇവിടുത്തെ മാധ്യമങ്ങളടക്കം കൊടുത്ത പിന്തുണയാണ് ഇന്ന് ഈ സത്യം ജനങ്ങളുടെ മുമ്പാകെ ഉയർന്നു നിൽക്കാനുള്ള ഒരേ ഒരു കാരണം. അല്ലെങ്കിൽ ഇത് കുഴിച്ചു മൂടുമായിരുന്നു. കാരണം മന്ത്രിസഭയുടെ വാർഷികാഘോഷത്തിന് 180 കോടി രൂപ ചെലവഴിച്ച് ആഘോഷ മാമാങ്കങ്ങൾ പൊടിപൊടിക്കുമ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞ ആ ഒരു ഉപകരണം വാങ്ങാൻ എത്ര നിസ്സാരമായ തുക മതി. അതിന് അദ്ദേഹം മുട്ടിയ വാതിലുകൾ കണ്ട ഉദ്യോഗസ്ഥന്മാർ, ഹൈറാർക്കി സിസ്റ്റം ഭേദിക്കാതെ അദ്ദേഹം എല്ലാ പ്രോട്ടോകോളും പാലിച്ചുകൊണ്ട് അപേക്ഷിച്ച് യാചിച്ച് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെരുപ്പ് തേഞ്ഞ് നിസ്സഹായനായി മടങ്ങുമ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹം ഈ വിഷയം എത്തിച്ചു. പക്ഷെ മന്ത്രി കണ്ടതായി നടിച്ചില്ല. ഇതാണല്ലോ സത്യം. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെന്റിന്റെ പ്രാഥമികമായ ദൗത്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ആ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യമാണ്. ആരോഗ്യം കഴിഞ്ഞാൽ വിദ്യാഭ്യാസം, അത് കഴിഞ്ഞാൽ ക്രമസമാധാനം. ഇങ്ങനെ 3-4 സുപ്രധാനമായ
അടിസ്ഥാന ചുമതലകൾ ഒരു സംസ്ഥാന സർക്കാരിന്, ഒരു കേന്ദ്ര സർക്കാരിന് എല്ലാം ഉണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട. കാരണം ഇഷ്ടം പോലെ ഭക്ഷണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നുള്ളത് കൊണ്ട് ആ വിഷയം ചിന്തിക്കണ്ട. എന്നാൽ ആരോഗ്യമോ? ആരോഗ്യ മേഖലയിലേക്ക് വരുമ്പോൾ ഇത്തരം ഏത് വിഷയം വരുമ്പോഴും മന്ത്രിമാരും മന്ത്രിസഭയും ഇടതുപക്ഷവും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. നീതി ആയോഗ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. നോക്കൂ, ഇങ്ങനെയുള്ള നിരവധി ഏജൻസികൾ കേരളം നമ്പർ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കാണാത്തത് എന്ന ചോദ്യമാണ് ഭരണപക്ഷം എപ്പോഴും ഉയർത്തുന്നത്. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ചും കൂടെ നമ്മൾ പറയാതെ പോയി. കാരണം എപ്പോഴും അവർ പ്രതിരോധിക്കുന്നത് നീതി ആയോഗം 1ാം സ്ഥാനം തന്നു, പല ഏജൻസികളും 1ാം സ്ഥാനം തന്നു, പിന്നെ മുഖ്യമന്ത്രി എപ്പോഴും പറയുന്നുണ്ട് നമ്പർ 1 ആണെന്ന്. പിന്നെ എന്താണ് ഈ സിസ്റ്റത്തിന് കുഴപ്പം എന്നാണ് ചോദ്യം. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ നീതി ആയോഗും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏജൻസികളും ഈ ജനാധിപത്യ ഭരണക്രമവും കേരളത്തിൽ ഉണ്ടാകുന്നതിന് മുൻപ് ഇവിടെ നമ്പർ 1 ആയിരുന്നു. ആ നമ്പർ 1 ആണ് ഇപ്പോഴും തുടരുന്നത്. 44 നദികളുള്ള കേരളത്തിലെ ശുദ്ധജലത്തെ സംബന്ധിച്ചും നല്ല ശുദ്ധവായുവിനെ സംബന്ധിച്ചും പരിസ്ഥിതിയിൽ നമുക്കുള്ള അനുകൂലമായ അവസ്ഥയെ സംബന്ധിച്ചും കേരളത്തിലെ ആകെയുള്ള കിണറുകളുടെ എണ്ണം, കുളങ്ങളുടെ എണ്ണം, കക്കൂസുകളുടെ എണ്ണം, ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വ്യക്തി ശുചിത്വത്തിന്റെയും വസ്ത്രധാരണത്തിന്റെയും വരെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ സൂചിക തയ്യാറാക്കുമ്പോൾ കേരളത്തിന് എപ്പോഴും നമ്പർ 1 കിട്ടുന്നത്. അത് ജനാധിപത്യ കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് മഹാരാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഉറപ്പുവരുത്തിയ കാര്യമാണ്. അവിടെ നിന്നുകൊണ്ട് ആ നമ്പർ 1 എടുത്ത് അണിഞ്ഞിട്ടാണ് കണ്ടോ ഞങ്ങൾക്ക് നീതി ആയോഗ് നമ്പർ 1 തന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെയുള്ള ഏജൻസികളുടെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നമ്പർ 1 പറയുന്നത്. ഞാനിത് പറയാൻ കാരണം ഇടതുപക്ഷം ഇനി പറയാൻ പോകുന്നത് ഈ പറഞ്ഞ കണക്കുകൾ നമ്പർ 1 ആണല്ലോ. അങ്ങനെയെങ്കിൽ ഈ നമ്പർ 1 സിദ്ധാന്തങ്ങൾ മുഴുവൻ ഈ ഡോക്ടർ ഹാരിസിന് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? എന്തുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? എന്തുകൊണ്ട് രോഗികൾക്ക് മനസ്സിലാവുന്നില്ല? ഇവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അവിടെ വരുമ്പോഴാണ് സിസ്റ്റത്തിന്റെ തകരാറാണ് എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ അടിയായി മാറുന്നത്. അതായത് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ 2 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഒരു നിലപാട് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് 2860 കോടി രൂപ കേരളത്തിലെ ആരോഗ്യരംഗത്തെ ആശുപത്രികളുടെ നവീകരണത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു. 2860 കോടി രൂപ. ആ 2860 കോടി രൂപ കേരളം ഏറ്റുവാങ്ങിയില്ല. അതിന് കാരണം മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒരുപോലെ വിശദീകരിച്ചു. അവർ പറഞ്ഞത് എന്താണ്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് എഴുതുന്നതിലെ മന്ദിർ എന്ന വാക്ക് ഹിന്ദു വർഗീയത ആയതുകൊണ്ട് ആ തുക ഞങ്ങൾക്ക് വേണ്ട. ഇപ്പോഴും ഞാൻ ആ വീഡിയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ തുക ഞങ്ങൾക്ക് വേണ്ട, മന്ദിർ എന്ന് എഴുതിയിട്ട് ഞങ്ങൾക്ക് ആ 2860 കോടി വേണ്ട. ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ ഗവൺമെന്റ് ആ നയത്തിന് എതിരാണ്. എന്നാ പിന്നെ ഈ പാർട്ടിയും ഈ ഗവൺമെന്റും അതിനകത്ത് ഉറച്ചു നിൽക്കണ്ടേ? 2.5 കൊല്ലം കഴിഞ്ഞു, ശമ്പളം കൊടുക്കാനില്ല. ഡോക്ടർമാർക്കും തൂപ്പുകാർക്കും പോലും ശമ്പളം കൊടുക്കാനില്ലാതെ വന്നപ്പോൾ ഇതേ മന്ത്രി, ഇതേ മുഖ്യമന്ത്രി, ഇതേ മന്ത്രിസഭ മുട്ടുമടക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് എഴുതിക്കോളാം, ഞങ്ങൾക്ക് പൈസ തരണം. അങ്ങനെ കേരളം മുഴുവൻ അത് എഴുതി വെച്ചു. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇത് എഴുതിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ കേരളത്തിന് മാത്രം അത് പാടില്ല. ഇതല്ലേ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ തകരാറ്? അപ്പോൾ ഇങ്ങനെയുള്ള പിടിവാശിയുടെയും ഇങ്ങനെയുള്ള വരട്ട് തത്വവാദത്തിന്റെയും രാഷ്ട്രീയ നിലപാടുകളുടെ ബലിയാടായി തീരുന്നത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് രോഗികളാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ജനങ്ങളോട് സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ കാര്യം, ആരോഗ്യ കാര്യത്തിന് 1ാം സ്ഥാനം കൊടുക്കുകയും അതിനുശേഷം ബാക്കി കാര്യങ്ങൾ രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയമായി നേരിടുകയുമാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ചെയ്തത് അതല്ല. അതേപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ സൂചിപ്പിച്ച കാര്യമാണ്, കോവിഡ് വന്നപ്പോഴും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോഴും എല്ലാം അവിടെയൊക്കെ നുണ പറഞ്ഞുകൊണ്ട് PR ഏജൻസികളെ നിരത്തി നിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് എല്ലാവിധ കള്ളങ്ങളും പ്രചരിപ്പിക്കാൻ കോടാനുകോടി ഒഴുക്കിയിട്ടാണ് ഇവിടുത്തെ ഈ ആരോഗ്യരംഗത്തെ വീഴ്ചകൾ മുഴുവൻ മറച്ചു വെക്കുന്നത്. ആരോഗ്യരംഗം മാത്രമല്ല, സകല മേഖലകളിലും വീഴ്ചകൾ മറച്ചു വെക്കുന്നത് PR വർക്ക് കൊണ്ട് മാത്രമാണ്. അതിന് ഇഷ്ടം പോലെ പണമുണ്ടല്ലോ. ആ പണം മുഴുവൻ ഉപയോഗിച്ച് ഈ രോഗികളുടെ കാര്യം പരിഹരിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ഒരു ഡോക്ടർക്ക് തന്നെ ഇത് തുറന്നു പറയേണ്ടി വന്നപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രതിരോധവും തീർക്കാൻ സാധിച്ചില്ല. അപ്പോൾ കേരളം ഇന്ന് നേരിടുന്ന ഈ യഥാർത്ഥ പ്രശ്നം സിസ്റ്റത്തിന്റെ തകരാറിലാണെങ്കിൽ 1ാം പ്രതി പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്, 2ാം പ്രതി വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയാണ്. ഇവർ 2 പേരുമാണ് ഇക്കാര്യത്തിൽ കുറ്റക്കാർ.
പിന്നെ ഇവർക്ക് പിന്തുണ കൊടുക്കുന്ന അവരുടെ പാർട്ടി, അവരുടെ മുന്നണി, അവരുടെ സംവിധാനം, ഭരണകൂടം, ഈ ഭരണകൂടം പ്രതിക്കൂട്ടിലാണ്. അതുകൊണ്ട് ഇതിന് മറുപടി പറയേണ്ടത് ഇവരുടെ ചുമതലയാണ്. അതിന് മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പണമില്ല എന്നുണ്ടെങ്കിൽ പണം ഇല്ലാതാക്കിയത് ഇവര് തന്നെയാണ്. അതെ, പക്ഷെ എത്ര നാളായി ഈ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. താങ്കളിലേക്ക് എത്താം. പ്രൊഫസർ റോണി കെ ബേബി, നേരത്തെ ചില സാങ്കേതിക തടസ്സങ്ങളാൽ താങ്കളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും നമ്മുടെ സർക്കാരും ആരോഗ്യമന്ത്രിയുമൊക്കെ ഉന്നയിക്കുന്ന അവകാശവാദങ്ങളൊക്കെ പൊള്ളയാണ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. നമ്പർ 1 കേരളം, നമ്പർ 1 ആരോഗ്യ കേരളം എന്നൊക്കെ PR വർക്കുകളിൽ മാത്രം പറയാനല്ലാതെ എന്താണ് യഥാർത്ഥ വസ്തുത എന്നുള്ളത് ഇന്ന് വെളിവായി കഴിഞ്ഞു. നമുക്ക് പൊതുസമൂഹത്തിന് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ് എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. പക്ഷേ അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഇത്രയും നാളും പോയത് ഇന്ന് അവരുടെ തന്നെ ഒരു ഇടതുപക്ഷ അനുഭാവിയായ ഒരു ഡോക്ടറുടെ ഭാഗത്ത് നിന്ന്. അദ്ദേഹത്തെ ഒരിക്കലും അങ്ങനെ വിശേഷിപ്പിക്കാൻ പാടില്ല. അദ്ദേഹം തികഞ്ഞ മനുഷ്യസ്നേഹിയാണ്, 100% മനുഷ്യസ്നേഹിയാണ്. പക്ഷേ ഇവിടെ ഏതെങ്കിലും രീതിയിൽ എപ്പോഴും ആദ്യം പറയുന്നത് രാഷ്ട്രീയ പകപോക്കലെന്നാണല്ലോ. അതുകൊണ്ട് അതവിടെ പൊളിഞ്ഞു ആദ്യമേ തന്നെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൂടി എടുത്തു പറഞ്ഞത്. പക്ഷേ അല്ലാതെ നോക്കുകയാണെങ്കിൽ 100% മനുഷ്യസ്നേഹിയായ, 100% സേവന സന്നദ്ധനായ ഒരു ഡോക്ടറുടെ വാക്കുകളാണ് ഇന്ന് കേരളം മുഴുവൻ ശ്രവിക്കുന്നത്. അദ്ദേഹം എത്രയോ നാളായി ഇരന്നും അപേക്ഷിച്ചുമാണ് ഇത്തരം സർജറികൾ നടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളത്. മുട്ടാവുന്ന വാതിലുകളൊക്കെ മുട്ടി, പക്ഷേ ഒരു തരത്തിലുള്ള ഫലവും ലഭിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പോഴും ഈ അവസാന മണിക്കൂറുകളിലും ആരോഗ്യമന്ത്രി പറയുന്നത് ഇതിന്മേൽ ഒരു നടപടിയെടുക്കാം, 4 അംഗ സമിതിയെ ഹാരിസ് ചിറക്കൽ പറഞ്ഞ വാക്കുകൾ അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എന്നു മാത്രമാണ്. ഇനി ഈ നിയോഗങ്ങളും അല്ലെങ്കിൽ റിപ്പോർട്ടുകളും ഒക്കെ എപ്പോഴത്തേക്കാണ് ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിലെ ആരോഗ്യ മേഖല ഉൾപ്പെടെ സമസ്ത മേഖലകളിലും, ആരോഗ്യ മേഖല ആയിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ, സഹകരണ മേഖല ആയിക്കോട്ടെ, ഏത് മേഖലയാണെങ്കിലും അവിടുത്തെ പ്രശ്നങ്ങളുടെ ആഴത്തെക്കുറിച്ച് ഈ ഭരിക്കുന്ന ആളുകൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ബഹുമാനപ്പെട്ട മന്ത്രി സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് പറയുമ്പോൾ ഈ സിസ്റ്റത്തിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിഭീകരമാണ് ഈ മേഖലകളിലുള്ള യഥാർത്ഥ ചിത്രമെന്ന് ഇവർക്ക് നേരിട്ടറിയാം. പക്ഷെ ഇവര് ആ യാഥാർത്ഥ്യങ്ങളെ അഡ്രസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഈ യാഥാർത്ഥ്യങ്ങളെ അഡ്രസ് ചെയ്താൽ ഇത് തങ്ങളുടെ വീഴ്ച മൂലമാണ്, തങ്ങളുടെ പാളിച്ച മൂലമാണ് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരും. അതിനു പകരം ഇവർ ചെയ്യുന്ന എന്താ? ആടിനെ പട്ടിയാക്കുന്ന, പട്ടിയെ പേപ്പട്ടിയാക്കുന്ന, അങ്ങനെ തന്നെ തുറന്നു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേരളത്തിലെ ജനങ്ങളെ ഇവര് വളരെ തന്ത്രപരമായി വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുക, പറ്റിച്ചുകൊണ്ടിരിക്കുക. അതിനൊക്കെ നമ്മൾ സാക്ഷികളായി മാറേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയായിരുന്നു കേരളത്തിലുള്ളത്. ആരോഗ്യ മേഖലയിൽ ഞാൻ ആദ്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളം 1ാമതാണ് എന്ന് പറഞ്ഞ് ഇത്രയും വലിയ കൊട്ടിഘോഷിച്ച് ഇവിടെ വലിയ ആഘോഷങ്ങളുണ്ടായി. കോവിഡ് കാലം തന്നെ ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളം കോവിഡിനെ തടഞ്ഞു നിർത്തിയത് എന്ന് ഇവിടെ വലിയ പ്രചരണമുണ്ടായി. ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള പത്രങ്ങളില് കൂലി എഴുത്തുകാർക്ക് പണം കൊടുത്ത് ലേഖനങ്ങൾ എഴുതിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഉൾപ്പെടെ ബഹുമതികൾ കേരളത്തിലേക്ക് കിട്ടുന്ന ഘട്ടം വന്നപ്പോൾ എന്ത് ചെയ്തു? പാർട്ടി തീരുമാനിച്ചു മന്ത്രി പോയി അത് മേടിക്കണ്ട. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി. അതിനുശേഷമാണ് കേരളത്തിലെ 27,000 കോവിഡ് മരണങ്ങൾ മൂടി വെച്ചു എന്ന വസ്തുത പുറത്തു വന്നത്. ഇന്ത്യയിലെ 2ാം സ്ഥാനത്താണ്. മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഇന്ത്യയിലെ 2ാം സ്ഥാനത്താണ് കോവിഡ് മരണങ്ങളിൽ നമ്മുടെ കൊച്ചു കേരളം എന്ന വാർത്ത പിന്നീട് 2022 പുറത്തു വരികയുണ്ടായി. വീണ്ടും ഇവിടെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് കോവിഡ് കാലത്ത് നടന്ന തീവെട്ടിക്കൊള്ള, ഇപ്പോൾ ഇവരിതൊക്കെ പറയും ഇതെല്ലാം ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങള് പടച്ചുവിടുന്ന നുണക്കഥകളാണ് എന്ന് പറഞ്ഞ് ഇവർക്ക് ഒരു സ്ഥിരം നരേറ്റീവ് ഉണ്ട്. എന്തു വന്നാലും കേരള വികസനത്തെ തകർക്കുവാൻ വേണ്ടി ഗൂഢാലോചന നടക്കുന്നു, വലതുപക്ഷ മാധ്യമങ്ങളെ വിലക്കെടുത്തിരിക്കുന്നു, നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നു. പക്ഷേ ഇവിടെ ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് 1100 കോടിയോളം രൂപയുടെ കോവിഡ് കാലത്ത് നടന്ന അഴിമതി, PPE കിറ്റ് ഉൾപ്പെടെ അത് പർച്ചേസ് ചെയ്തതിൽ നടന്ന കാര്യങ്ങളിൽ അഴിമതി ഉണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ വിജിലൻസ് അന്വേഷണത്തിൽ തന്നെ ഇവിടെ ഉത്തരവിടുന്ന സാഹചര്യം ഉണ്ടായി. ഇല്ല, നമ്മൾ കേരളം വളരെ കൃത്യമായി തന്നെ കണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം തന്നെ നമുക്കറിയാം. ഈ പറയുന്ന ഈ പേപ്പട്ടി കടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കഴിഞ്ഞ 3 വർഷത്തിനകം 24 കുട്ടികൾ ഉൾപ്പെടെ 24 പേരാണ്. ഇന്നത്തെ പത്രങ്ങൾ വായിക്കുക, 6 വയസ്സുള്ള കണ്ണൂരില് 6 വയസ്സുള്ള ഒരു ബാലൻ, അദ്ദേഹം കൃത്യമായി വാക്സിൻ എടുത്തു. പക്ഷേ ഈ വാക്സിൻ എന്തുകൊണ്ട് ഫലപ്രാപ്തി ഉണ്ടാകുന്നില്ല? ലോകത്ത് മറ്റൊരിടത്തും ഈ പ്രശ്നമില്ല. കാരണം എന്താ? കേരളത്തില് കാരണം ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞ വാക്സിനാണ് ഇവർ മേടിക്കുന്നത്. ഇവിടെ ഈ സിസ്റ്റം എന്നും ബഹുമാനപ്പെട്ട മന്ത്രി പറയുമ്പോൾ ഇവിടെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചാണ് ഈ പർച്ചേസ് മുഴുവൻ നടക്കുന്നത്.
ഡോക്ടർ ഹാരിസ് അദ്ദേഹം കുറിച്ചു കൊടുത്തത് 41,000 രൂപ വില വരുന്ന ഒരു ഉപകരണം. അതിന് മണിക്കൂറുകൾ മതി അതൊന്ന് സാങ്ഷൻ ആക്കി ഹൈദരാബാദിൽ നിന്ന് മേടിക്കാനായിട്ട്. പക്ഷെ എന്താ, ഇവർക്ക് കമ്മീഷൻ കിട്ടാത്ത ഒരു കാര്യത്തിലും ഇവർ പർച്ചേസ് ചെയ്യുവാനായിട്ട് ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ തയ്യാറാകുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തെ കുറിച്ച് മന്ത്രി പറയുമ്പോൾ ഈ സിസ്റ്റം അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി മന്ത്രി തുറന്നു സമ്മതിക്കേണ്ടതുണ്ട്. ഈ സിസ്റ്റത്തെ കുറ്റം പറയുന്ന മന്ത്രിക്ക് പറയാൻ പറ്റുമോ മന്ത്രി സിസ്റ്റത്തിന്റെ ഭാഗമല്ല എന്നുള്ളത്? കാരണം മെഡിക്കൽ വകുപ്പിന്റെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന മന്ത്രിയാണ് ഇതിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ ആ മന്ത്രിയുടെ ചൂണ്ടുവിരൽ നീളുന്നത് സിസ്റ്റത്തിന് നേരെയല്ല, സ്വന്തം മുഖത്തിന് നേരെയാണ്, സ്വന്തം കണ്ണുകൾക്ക് നേരെയാണ് മന്ത്രിയുടെ വിരലുകൾ നീളുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു 40,000 രൂപയുടെ ഒരു ഉപകരണം മേടിക്കുന്നത് മാത്രമല്ല പ്രശ്നം. ആ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങള് എല്ലാ ശസ്ത്രക്രിയകളും മിക്കവാറും എല്ലാ ശസ്ത്രക്രിയകളും നടക്കുന്നത് രോഗികൾ തന്നെ പിരിവിട്ട് മേടിക്കുന്ന അവസ്ഥയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് അത് തുന്നിക്കെട്ടുവാൻ നൂല് പോലും ഇല്ലാത്ത അവസ്ഥ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? ഫണ്ടുകൾ വക മാറ്റുന്നു. ഈ കഴിഞ്ഞ വർഷം മാത്രം 300 കോടി രൂപയാണ് ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ട് അനുവദിച്ച ഫണ്ട് വകമാറ്റിയത്. പ്രധാനമായിട്ടും എത്രയോ ജനപ്രിയമായിട്ടുള്ള പദ്ധതികൾ അട്ടിമറിക്കപ്പെട്ടു. കാരുണ്യ പദ്ധതി, സ്തുതി തരംഗം, ആരോഗ്യ കിരണം, ഹൃദ്യം, ഏറ്റവും ജനകീയമായ പദ്ധതികളാണ്. മുൻ UDF സർക്കാർ കൊണ്ടുവന്ന, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഏറ്റവും ജനകീയമായിട്ടുള്ള ആ പദ്ധതികളെല്ലാം അട്ടിമറിക്കപ്പെട്ടു. ഇപ്പോൾ ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി പർച്ചേസുകൾ നടക്കുന്നില്ല. ഇവിടെ പ്രതിപക്ഷം പറയുന്നു ഇവിടെ സർക്കാർ ആശുപത്രികളിൽ മരുന്നുകളുടെ ക്ഷാമമുണ്ട് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ഞങ്ങൾ പരിഹസിക്കുകയാണ്. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? ഇപ്പോൾ ഒരു മരുന്ന് കമ്പനികൾ പോലും മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി പർച്ചേസ് വഴി നമുക്ക് സാധനം കൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. കാരണം കുടിശ്ശികയാണ്, 100 കണക്കിന് കോടി രൂപ കുടിശ്ശികയാണ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നറിയോ ഇവര്? പിന്നെ അപ്പോൾ ആ കുടിശ്ശിക വരുമ്പോഴാണ് ഈ പറയുന്ന എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ പോലും ഇന്ന് നമ്മൾ കേരളത്തിലെ നമ്പർ 1 ആണ് എന്ന് അഭിമാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ പോലും ഇന്ന് കേരളത്തിൽ വിതരണം ചെയ്യുന്നു. അത് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്ന് വലിയ ചർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ എന്താ, ഇവിടെ ഇപ്പോൾ മെഡിക്കൽ കോളേജുകളൊക്കെ നോക്കുക, വളരെ മനോഹരമായ ബിൽഡിങ്ങുകൾ പണിതിട്ടുണ്ട്, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. കിഫ്ബിയിൽ നിന്നും പണം ഒരുപാട് ചെലവഴിച്ച് കെട്ടിടങ്ങളിലൊക്കെ വളരെ മനോഹരമായി ചായം പൂശി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വെള്ളയടിച്ച കുറെ ചായം പൂശിയ കുറെ സ്ഥാപനങ്ങളല്ല, നമ്മൾ അതിന്റെ അകത്തെന്ത് നടക്കുന്നു, അതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. വളരെ മനോഹരമായി പെയിന്റ് അടിച്ച് വെക്കുക എന്നുള്ളതിന്റെ മാത്രമല്ല, അവിടെ ഉപകരണങ്ങളുണ്ടോ, ആവശ്യമായ ശസ്ത്രക്രിയ ഉപകരണങ്ങളുണ്ടോ, കൃത്യമായ മരുന്നുകളുണ്ടോ, കൃത്യമായി അവിടെ രോഗികൾക്ക് എത്തുന്നുണ്ടോ? അദ്ദേഹം ഹൃദയം പൊട്ടിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് അല്ലെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും അതൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അച്ചടിച്ചു വന്നിട്ടുണ്ട്. അത് കണ്ടതാ, ഒരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരു ഡോക്ടർക്ക് മാത്രമേ ഇത്ര വികാരപരമായി പ്രതികരിക്കാൻ കഴിയുള്ളൂ. ഞാൻ ഒറ്റ കാര്യങ്ങൾ പറഞ്ഞോളട്ടെ, ഇദ്ദേഹം വലിയ സ്വാധീനമുള്ള, ഇദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ വളരെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ പറയും, ഇത്രയും സ്വാധീനമുള്ള ഒരു മനുഷ്യരെ, ഒരു ഡോക്ടർക്ക് ഒരു 41,000 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണ ഡോക്ടർമാരുടെ അവസ്ഥ എന്താണ് എന്നുകൂടി ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്കിവിടെ പറയുന്നത്. അതെ, തീർച്ചയായും. അതുമാത്രമല്ല, മാധ്യമപ്രവർത്തകരോട് ആരോഗ്യമന്ത്രി ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കവേ പറഞ്ഞ ഒരു വസ്തുത കൂടിയുണ്ട്. ICU ബെഡുകളുടെ എണ്ണം ഞങ്ങൾ വർദ്ധിപ്പിച്ചില്ലേ എന്നുള്ളതാണ്. പക്ഷേ എന്ത് ഫലം എന്നുള്ളതാണ്. ശസ്ത്രക്രിയ നടന്നാലല്ലേ ICUവിൽ രോഗികൾ ഉണ്ടാവുകയുള്ളൂ. വരുന്ന രോഗികളെയൊക്കെ തൊടുന്യായങ്ങൾ പറഞ്ഞ് മടക്കി അയക്കേണ്ടുന്ന ഗതികേടിൽ അവിടെ ഒരു പറ്റം ഡോക്ടർമാരുള്ളപ്പോൾ ICU ബെഡുകളുടെ എണ്ണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നിട്ട് എന്ത് നേട്ടം എന്നുള്ളതാണ്. ശ്രീ റെജി ലൂക്കോസ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ അവിടുത്തെ തന്നെ വകുപ്പ് മേധാവിയിൽ നിന്ന് പൊതുസമൂഹം കേട്ടതാണ്. എന്താണ് ആരോഗ്യമന്ത്രിക്ക് പറയാനുള്ളത് എന്നുള്ളതും കണ്ടു. സിസ്റ്റത്തിന്റെ തകർച്ച അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ തകരാറ്, ഈ സിസ്റ്റത്തിന്റെ ഭാഗമാകുന്ന ആരോഗ്യമന്ത്രിക്ക് ഇതെങ്ങനെ പറയാൻ കഴിയുന്നു? അങ്ങനെ സിസ്റ്റത്തിന് തകരാറുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് അതിന് ഉതകുന്ന നടപടികൾ എന്തുകൊണ്ട് നേരത്തെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല? ഇപ്പോഴാണോ ഈ സിസ്റ്റം മുഴുവൻ തകരാറിലാണ് എന്ന് ആരോഗ്യമന്ത്രി മനസ്സിലാക്കുന്നത്? സിസ്റ്റം മുഴുവൻ തകരാറിലാണെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞില്ല. സിസ്റ്റത്തിന്റെ പിഴവാണെന്ന് അവർ സമ്മതിച്ചു. അത് ഏറ്റു പറയാനുള്ള ഒരു ആർജവം കാണിച്ചൊരു ആരോഗ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. ആ റിപ്പോർട്ട് യഥാവിധം അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഇതേ ഡിപ്പാർട്ട്മെന്റ് തന്നെ കഴിഞ്ഞ ഒരു വർഷം 2850 ശസ്ത്രക്രിയകളാണ്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ
5 മാസം കൊണ്ട് തന്നെ 1850ഓളം ശസ്ത്രക്രിയകൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ സർജൻ വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ആർജവാലെ അദ്ദേഹത്തിന്റെ മനസാക്ഷിയുടെ ഭാഗത്ത് നിന്ന് വന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന് അത് മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് നിസ്വാർത്ഥനായ, കൈക്കൂലി വാങ്ങിക്കാത്ത, രോഗികളോടൊപ്പം അവരുടെ സന്തോഷങ്ങളിൽ ദുഃഖങ്ങളിലൊക്കെ പങ്കുചേരുന്ന നല്ല ഡോക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആത്മാർത്ഥമായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിനെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. നമ്മുടെ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും സത്യസന്ധമായിട്ട് നിങ്ങൾ വിലയിരുത്തിയാൽ ലോകത്തിന് തന്നെ മാതൃകയാണ്. ഏറ്റവും കൂടുതൽ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ഇത് കേന്ദ്ര സർക്കാർ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടാണ്. അത് തന്നെയല്ല, കേരളത്തിനേക്കാൾ 6-7 ഇരട്ടിയുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇങ്ങനെ ഒരു സൗജന്യ ചികിത്സ ഇത്രയ്ക്കും ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളത്തിലില്ല. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ 7000 കോടി രൂപയാണ് ഈ സൗജന്യ ചികിത്സയ്ക്കും മരുന്നിനുമായി ഈ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ചയോ മാനുഷികമായിട്ടുള്ള തകരാറോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ പെരുപ്പിച്ച് കാണിച്ച് കേരളത്തിലെ സ്വകാര്യ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് രോഗികളെ കിട്ടാതെ ഇരിക്കുന്ന കേരളത്തിലെ സ്വകാര്യ കൊള്ളയടി ആശുപത്രികളെ സഹായിക്കാനായിട്ടാണ് നിങ്ങളെ പോലുള്ള ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്ന് നിർഭാഗ്യവശാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീ റെജി ലൂക്കോസ് ഇത്തരം ഒരു പരാമർശം ആ പോസ്റ്റിൽ ഉണ്ടായത്? അത് ആരാണ്? അവിടുത്തെ യൂറോളജി വിഭാഗം തലവനല്ലേ? അദ്ദേഹം എത്ര വർഷമായി ഇതിന്റെ പുറകെ നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അവസാനം ഇരന്നും ദുരിതം പറഞ്ഞും അപേക്ഷിച്ചിട്ടുമൊക്കെ ഒരു ഫലവുമില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് താനിത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവതരിപ്പിക്കുന്നത് എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ വലിയ കാര്യക്ഷമമായി നടക്കുന്ന മെഡിക്കൽ കോളേജ് ആണെങ്കിൽ എന്തുകൊണ്ട് അവിടുത്തെ ഒരു വകുപ്പ് മേധാവിക്ക് ഇത്തരത്തിലുള്ള പരാമർശം നടത്തേണ്ടി വരുന്നു? വളരെ ചെറിയ ഒരു പിഴവ് മാത്രമാണെങ്കിൽ അത് മാത്രം ചൂണ്ടിക്കാട്ടിയാൽ മതിയല്ലോ. എത്ര വർഷമായാണ് അവിടെ സർജറികൾ മുടങ്ങിക്കിടക്കുന്നത്? എത്ര രോഗികളെയാണ് തിരിച്ചയക്കേണ്ടി വരുന്നത്? എത്ര രോഗികളോട് പറഞ്ഞ് പുറത്തുനിന്ന് ഉപകരണങ്ങൾ വാങ്ങി അവരുടെ ശസ്ത്രക്രിയ നടത്തേണ്ടി വരുന്നത്? അതെന്തുകൊണ്ടാണ് ആ പരാമർശം വന്നത്? ഇത് തന്നെയാണ് നിങ്ങളുടെ അജണ്ട. നിങ്ങൾ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിനെ ഇകഴ്ത്തി കാണിച്ച് പാവപ്പെട്ട രോഗികളുടെ വസ്തു വരെ വിറ്റാലും കടം തീർക്കാത്ത രീതിയിലുള്ള കൊള്ളയടി സ്ഥാപനങ്ങളിലേക്ക് ഈ രോഗികളെ പറിച്ചു നടാനുള്ള നിങ്ങളുടെ ശ്രമമാണ് ഇപ്പൊ പറഞ്ഞ 2 വാക്കുകൾ. വർഷങ്ങളായിട്ട് അവിടെ ശസ്ത്രക്രിയ മുടങ്ങിയിരിക്കുകയാണെന്ന്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ വാർത്ത കൊടുക്കേണ്ടത്. കേരളത്തിലെ ജനങ്ങളോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ പച്ച നുണ നിങ്ങൾ വിളമ്പാവോ? എവിടെയാണ്? ഞാനൊരു കണക്ക് പറഞ്ഞല്ലേ, എത്ര 2858 ഈ പറയുന്ന പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ ശസ്ത്രക്രിയ നടത്തി. കഴിഞ്ഞ 6 മാസം കൊണ്ട് തന്നെ 1550ഓളം സർജറി നടത്തി. ഈ അടുത്ത ദിവസങ്ങളിലാണ് അതിന് വിഷമം ഉണ്ടായത്. സത്യമാണ്. പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം നിങ്ങൾ മറന്നുപോയി. ഇതേ പർട്ടിക്കുലർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പള് ഇത് മാധ്യമങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പോലും ഇവരറിഞ്ഞില്ല, എന്റെ അടുത്ത് പോലും ഇങ്ങനൊരു പരാതി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്ക് ആരോ കളിക്കുന്നുണ്ട്. ഇപ്പൊ ഇലക്ഷനൊക്കെ അല്ലേ വരാൻ പോണേ. മെഡിക്കൽ കോളേജുകളെയും സർക്കാർ ആശുപത്രികളെയും ഇതുപോലെ അപമാനിച്ച് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ മുമ്പിൽ അത് ചോദ്യം ചെയ്യാനായിട്ട് മാറുന്നുള്ള ഒരു അജണ്ടയാണ് ഈ സ്വകാര്യ ലോബിക്ക് വേണ്ടിയിട്ട് നാണം കെട്ട് ഈ നമ്മുടെ ആരോഗ്യ മേഖലയെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നത്. ഒരു തർക്കമില്ല കാര്യത്തിൽ. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്വകാര്യ ആശുപത്രി ഞാൻ പങ്കെടുത്ത ചർച്ചയാണ്. ഒരു കോവിഡ് കാലത്ത് ഒരു കഞ്ഞിക്ക് 3600 രൂപ മേടിച്ചപ്പോൾ നമ്മളുടെ മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ സ്വകാര്യ ആശുപത്രികളിലും ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാ ദിവസവും സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അത്ര കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വാർത്തകൾ ചമയ്ക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് നിങ്ങൾ സേവിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെയാണോ? 4-5 വോട്ട് അല്ലെങ്കിൽ കുറെ ആളുകളെ മാറ്റി നിർത്തി അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന ഇത്തരം ഗുരുതരമായ പ്രവൃത്തിയാണ് കേരളം തിരിച്ചറിയേണ്ടത്. ഒരു തർക്കമല്ല കാര്യത്തിൽ. മുഴുവൻ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള അച്ചടക്ക നടപടി വന്നാൽ തങ്ങൾ അതിനെ ശക്തമായി അതിനെ തിരിച്ചടിക്കും, പ്രതികരണം നടത്തുമെന്നവർ പറഞ്ഞിട്ടുണ്ട്. ഒരു സമൂഹം മുഴുവൻ, ഡോക്ടർമാരുടെ ഒരു സമൂഹം മുഴുവൻ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ആരോ ചിലർ കളിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും? അല്ല, ഡോക്ടർമാര് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിനെ പുകഴ്ത്തുപോയത് അദ്ദേഹത്തിന്റെ ആർജവത്തിന്, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും. മറ്റു പോംവഴിയില്ലാത്തത് കൊണ്ടല്ലേ ശ്രീ റെജി ലൂക്കോസ്? കാരണം ഇന്നലെ അച്ചടക്ക നടപടിയിലേക്ക് കടക്കുമെന്നുള്ള ഏകദേശ ധാരണ വന്നു. ഇന്ന് വലിയ പിന്തുണ വന്നപ്പോൾ അദ്ദേഹം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഡോക്ടറാണ്, ഹാർഡ് വർക്കിംഗ് ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞ പുകഴ്ത്തലുകൾ എന്തുമാത്രം മനസ്സിൽ തൊട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. അത്രയ്ക്ക് വിഡ്ഢികളൊന്നും അല്ലല്ലോ ഈ പൊതുസമൂഹം. മേഡം, ഇനിയും ഞാൻ പറയുന്നിടത്ത് നിങ്ങൾ ചർച്ചയിൽ തടസ്സപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കും. നിങ്ങളുടെ അജണ്ട ഇതിലും കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കേരളത്തിലെ പൊതുജനത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്.
നിങ്ങളുടെ അജണ്ട എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം, പ്രത്യേകിച്ച് ജനം ജീവിക്കും. അതാ പറഞ്ഞത്, നിങ്ങൾ എന്തിനെ കുറ്റപ്പെടുത്തിക്കൊള്ളൂ, നിങ്ങൾ ട്രാൻസ്പോർട്ടിനെ കുറ്റപ്പെടുത്തു, നിങ്ങൾ വൈദ്യുതിയെ കുറ്റപ്പെടുത്തു, പക്ഷെ പാവങ്ങൾക്ക് കൊടുക്കുന്ന ചികിത്സ ലോകത്തിന് മാതൃക. നിങ്ങൾ തന്നെ പിന്തുണയ്ക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ തടസ്സപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം വേറെന്നാ. അത് തന്നെ പറഞ്ഞാൽ നിങ്ങളെ പോലുള്ളവര് ഇവിടുത്തെ കൊള്ളസംഘമായ മനുഷ്യനെ ഊറ്റി അവന്റെ ആയുസ്സും അവന്റെ സമ്പാദ്യവും തട്ടിയെടുക്കുന്ന സ്വകാര്യ ആശുപത്രികളിലേക്ക് രോഗികളെ പറിച്ചു നടാനുള്ള അജണ്ടയാണ് നിങ്ങളിപ്പോ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് വളരെ ഓപ്പൺ ആയിട്ട് പറയും, ഒരു തർക്കമില്ല കാര്യത്തിൽ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തില് 3 മെഡിക്കൽ കോളേജുകളെ കുറിച്ച് ഇന്ന് വാർത്ത വന്നു. സ്ഥിരമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് 10,000 ഡെയിലി എന്ന് അവരുടെ രോഗത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പച്ച നോണ ഒരു മാധ്യമം പുറത്തുവിട്ടു. ഞാൻ അതിനടുത്ത് താമസിക്കുന്ന ആളാ. കൃത്യമായിട്ട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല, അവിടെ ഡോക്ടേഴ്സ് ഇല്ലെന്നാ പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ നിങ്ങൾ വന്നു നോക്കേ, നിങ്ങൾക്ക് ലോകത്തിലെ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ പോലും ഇതുപോലത്തെ ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല. ഞാൻ വളരെ ഉത്തരവാദിത്തോടെ പറയുന്നു. അതിനെതിരെ പോലും ഇന്നും പച്ചക്കള്ളങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട്. ജനം ടി വി അല്ലാതെ ഞാൻ പറയാം, അത് കണ്ടിട്ടാ ഞാനിപ്പോ ചർച്ചയ്ക്ക് വരുന്നത്. ഇത്തരം അജണ്ടകൾ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഇത്തരം നാണം കണ്ട ലജ്ജാകരമായ സാമൂഹ്യ വിരുദ്ധത നിങ്ങൾ പുറത്തുവിടുമ്പോൾ ഒന്ന് ആലോചിക്കണം. നിങ്ങൾ ചെയ്യുന്നത് മറ്റെന്തിനോ വേണ്ടിയിട്ട്, പക്ഷെ കേരളത്തിലെ ജനങ്ങളെയും ഇവിടുത്തെ പൊതു ആരോഗ്യ സിസ്റ്റത്തെയും ആണ് നിങ്ങൾ തകർക്കുന്നത്. കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അധികാരത്തിലേറിയ ശേഷം അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് ഹോബി നിങ്ങൾ കുറെ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതാ നിങ്ങൾക്കറിയാവോ, നിങ്ങൾ കുറെ രോഗികളുടെ അടുത്ത് പോയി ആ മൈക്കൊന്നിട്ട് സെലക്റ്റീവായിട്ട് ചോദിക്കരുത്. അവരെന്താ പറയണമെന്ന് അറിയാം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പോലും ഇന്ന് ജനങ്ങളാൽ തിങ്ങി നിറയുക. എന്താ കാരണം? അവർക്ക് നല്ല ചികിത്സ കിട്ടുന്നു, നല്ല ഡോക്ടേഴ്സ് അവിടെ അവരോട് സഹോദരങ്ങളെ പോലെ പെരുമാറുന്നു. എന്നാൽ ഇതിന് ചുറ്റുമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ സാധ്യതയായിട്ട് 10,000 കോടി രൂപ മുടക്കി കേരളത്തിൽ മുള പൊന്തിയിരിക്കുന്ന സ്വകാര്യ ആശുപത്രി ലോബിക്ക് ഇന്ന് രോഗികളെ കിട്ടത്തില്ല. ആ തട്ടിപ്പിനെ കൂട്ടുനിൽക്കാൻ നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ ശ്രമിക്കരുത്. ഒരു കാര്യം പറയാൻ നിങ്ങൾ അനുവദിക്കണം. കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് വന്നിരിക്കുന്ന ട്രെൻഡ് ഉണ്ട്. വൃക്ക മാറ്റിവെക്കലിന് 40 ലക്ഷം രൂപ, ഹൃദയ ശസ്ത്രയ്ക്ക് 50 ലക്ഷം രൂപ നാട്ടുകാർ സഹായിക്കണം എന്ന് പറഞ്ഞ് പിരിവ് നടത്തുന്നുണ്ട്. അത് നാട്ടുകാർ കൊടുക്കും. ഈ പിരിവ് നടത്തുന്നവരെ ഞാൻ കുറ്റപ്പെടുന്നില്ല. നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവം നിങ്ങൾക്കറിയോ, 2 ലക്ഷം രൂപയുള്ള ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് ഡോക്ടർ ജയകുമാർ എന്ന് പറയുന്ന എന്റെ നാട്ടിലുള്ള ഡോക്ടർ, അദ്ദേഹത്തിന് ലോകാരോഗ്യ സംഘടന അവാർഡ് കൊടുത്തു. 2 ലക്ഷം രൂപയ്ക്ക് മാറ്റി. കോട്ടയം മെഡിക്കൽ കോളേജ് ഇതുപോലെ ഒരു വൃക്ക മാറ്റുന്നതിന് 60 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പോഴാണ് ഈ സ്വകാര്യ ഏജൻസികൾ മനസാക്ഷിയുള്ള കരുണയുള്ള നാട്ടുകാരെ തട്ടിപ്പ് നടത്തിക്കൊണ്ട് കോടികൾ പിരിച്ചെടുക്കുന്നത്. നിങ്ങൾ അതിനെതിരെ വാർത്ത കൊടുത്തിട്ടുണ്ടോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവയവം ഏറ്റുവാങ്ങാനില്ലാതെ ആംബുലൻസ് ഡ്രൈവർ കാത്തുനിന്ന കാര്യവും താങ്കൾ ഓർത്തിരിക്കുമല്ലോ അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളെ ചോദിക്കത്തുള്ളൂ. ഇവിടെ അല്ല, താങ്കൾ നേട്ടങ്ങൾ മാത്രം എണ്ണി പറയുമ്പോൾ ഉണ്ടാകുന്ന കോട്ടങ്ങളെ കുറിച്ച് കൂടി ചർച്ച ചെയ്യണ്ടേ? നിങ്ങൾ എന്തിനാണ് അസഹിഷ്ണുപ്പെടുന്നത്? ഇത് ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ടല്ല സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ഇതുപോലത്തെ നേട്ടങ്ങൾ നേടിയിരിക്കുന്നത്. ഈ സംസ്ഥാന പിറവിന് ശേഷം ഇച്ഛാശക്തിയോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICUവിനകത്താണ് ഒരു രോഗി പീഡിപ്പിക്കപ്പെട്ടത്. എന്തിന്? കോവിഡ് ബാധിതയായ ഒരു യുവതി ആംബുലൻസിനകത്ത് പീഡിപ്പിക്കപ്പെട്ടു. ആരോഗ്യ കേരളം അതും കൂടി എടുത്തു പറയണ്ടേ ഈ നേട്ടങ്ങളുടെ കൂട്ടത്തിൽ? നിങ്ങൾക്ക് തകരാറില്ലാത്ത ഏതെങ്കിലും സിസ്റ്റം ഭൂമിയിൽ എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? നിങ്ങളുടെ BJP സർക്കാർ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് 1% പോലും തെറ്റില്ലാത്തൊരു സിസ്റ്റത്തെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? 680 ശിശുക്കളെ കൊന്നില്ലേ UP-യിൽ 2 ദിവസം കൊണ്ട് 2 മെഡിക്കൽ കോളേജ്, സർക്കാർ മെഡിക്കൽ കോളേജിൽ? നിങ്ങൾ വാർത്ത കൊടുത്തോ? അല്ലെങ്കിൽ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചോ? നടന്നിട്ട് 2 വർഷമേ ഉള്ളൂ. അത് വിലപിച്ചോണ്ട് ഇതുപോലെ ഡോക്ടർ ഫേസ്ബുക്കിൽ എഴുതിയതിന് വരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് നിങ്ങളുടെ UP സർക്കാർ. നിങ്ങളാണ് ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് എവിടെ ഒരു പിഴവ് വന്നതിന്റെ പേരിൽ ഈ നാടിലെ മുഴുവനും ചികിത്സാ സമ്പ്രദായങ്ങൾ തെറ്റാണെന്ന് പറയുന്നത്? അത് അപലപിക്കുന്നവരാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് പറയുന്നത് അല്ലേ? UP-യിൽ തുറന്നു കാട്ടിയ ഡോക്ടർ കൊള്ളാം, കേമനാണ്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കാര്യം തുറന്നു കാട്ടിയാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, അജണ്ടയുണ്ട്. താങ്കളിലേക്ക് എത്താം. ശ്രീ ജയസൂര്യൻ, അങ്ങനെയാണോ? കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഈ പാവപ്പെട്ട ഒരു ഡോക്ടർ ഇത്തരത്തിൽ പൊതുസമൂഹത്തോട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്? ശ്രീ റെജി ലൂക്കോസിനെ പോലെയുള്ള കുറെ ആൾക്കാരും കൂടി ചാനലുകളിൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ പിണറായി വിജയനെ പെട്ടെന്ന് പെട്ടിയിൽ അടക്കാൻ പറ്റും. ഏതായാലും അദ്ദേഹം അത് കാരണം ഇടതുപക്ഷത്തിന്റെ ഹൃദയശൂന്യത പുറത്തു വരുന്നുണ്ട്.
അപ്പൊ ജനങ്ങളോട് ഇത്രമാത്രം പ്രതിബദ്ധതയുണ്ടെങ്കിൽ, പാവങ്ങളോട് ഇത്രമാത്രം പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ ആയിരം എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ആയുഷ്മാൻ ഭാരതിന്റെ പദ്ധതികളുണ്ട്, അതുപോലെ തന്നെ വയോജന യോജനയുണ്ട്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ സൗജന്യ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു 70 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ ചികിത്സ കൊടുക്കാൻ സംവിധാനങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ കേരളം പറയുന്നത് ഞങ്ങൾക്കത് വേണ്ട. 60% കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുമ്പോൾ 40% കൊടുത്താൽ മതി സംസ്ഥാനം. ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ കേരളം ആ പദ്ധതി നടപ്പാക്കുന്നില്ല. പാവങ്ങളോടും രോഗികളോടും പാവപ്പെട്ടവനും സാധാരണക്കാരനോടും അനുകമ്പയുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ പദ്ധതി കേരള ഗവൺമെന്റ് നടപ്പാക്കാത്തത്? ഇതിനു മുമ്പുണ്ടായിരുന്ന ഇൻഷുറൻസ് പദ്ധതികൾ നിലവിലുള്ളത് ഇപ്പോൾ നടപ്പാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇൻഷുറൻസ് കമ്പനികളുമായിട്ടുള്ള കോൺട്രാക്ട് ഉണ്ടാക്കി ആ തരത്തിൽ അതിന്റെ ആനുകൂല്യം വാങ്ങിച്ചെടുക്കാൻ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ തയ്യാറാവാത്തത്? പാവങ്ങളോടും രോഗികളോടും ഇത്രമാത്രം കരുണയുണ്ടെങ്കിൽ അത്തരം പദ്ധതികൾക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യമന്ത്രി എന്നുള്ള പേര് വെക്കാത്തിട്ട് 2860 കോടി രൂപ ലാപ്സാക്കി കളഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ തികച്ചും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് രോഗികളെ മരണത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആ നയപരമായിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രോഗികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളിൽ ആൾക്കാർ കുമിഞ്ഞുകൂടുന്നുവെങ്കിൽ, അവിടെ തിരക്ക് കൂടുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ പര്യാപ്തമല്ല എന്ന് തന്നെയാണ്. സർക്കാർ ആശുപത്രികൾ അത്ര നമ്പർ 1 ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മന്ത്രിമാരും MLA-മാരും ഒക്കെ വിദേശത്തേക്ക് പോകുന്നത്? വിദേശത്ത് പോയി ഇവർ എന്ത് ചികിത്സയാ ചെയ്യുന്നത്? ഇവിടെ ചികിത്സിച്ചാൽ പോരെ നമ്പർ 1 ആണെങ്കിൽ. ഇപ്പോൾ ഓരോ മെഡിക്കൽ കോളേജിന്റെയും കഴിവുകളെ കുറിച്ച് പറയുന്നല്ലോ. ആ മെഡിക്കൽ കോളേജിൽ എന്താണ് കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയും പോയി ചികിത്സിക്കാത്തത്? കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു മന്ത്രി എന്താ കേറാത്തത്, ചികിത്സിക്കാത്തത്? ഒരു MP MLA എന്താ കേറാത്തത്? അവർക്കൊക്കെ വിദേശത്തേക്ക് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് കേരളത്തിന്റെ മനസാക്ഷിയുടെ ചോദ്യം തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ എല്ലാം ഭദ്രമാണ്, നമ്പർ 1 ആണെന്ന് ആരോപിക്കുകയും ആക്ഷേപിക്കുകയും അഭിമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മന്ത്രിമാർ വിദേശത്ത് പോകുന്നത്? അത്ര നമ്പർ 1 ആണെങ്കിൽ മന്ത്രിമാരെന്താ ഇവിടെ ചികിത്സിക്കാത്തത്? അപ്പൊ ഇത് പൊതുജനത്തിന്റെ ചോദ്യമാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് കൊടുക്കേണ്ട സൗജന്യ ഇൻഷുറൻസ്, സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ്, സൗജന്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇതൊക്കെ ഇവിടെ നിരോധിക്കപ്പെടുകയാണ്. ആർക്കു വേണ്ടിയാണ്? സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വലിയ അട്ടിമറിയാണ് ഇവിടെ നടക്കുന്നത്. ഇനി വലിയ അനുകമ്പയുണ്ട്. ഇവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ട് DYFI എന്ന് പറയുന്നല്ലോ. 41,000 രൂപയുടെ ഈ ഉപകരണം വാങ്ങിച്ചു കൊടുക്കാൻ DYFIക്ക് എന്താ കഴിയാതെ പോയത്? ലക്ഷക്കണക്കിന് രൂപയുടെ കഞ്ഞി കൊടുക്കുന്ന DYFIയെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ 41,000 രൂപയുടെ ഉപകരണം പോലും വാങ്ങിച്ചു കൊടുക്കാൻ DYFIക്ക് എന്താ കഴിയാതെ പോയത്? ഇടതുപക്ഷവും ഇവിടുത്തെ സ്വകാര്യ മാനേജ്മെന്റ് ഹോസ്പിറ്റലുകളും തമ്മിലുള്ള അന്തർധാര അതാണ്. മെഡിക്കൽ കോളേജുകളെ നശിപ്പിക്കുക, ഗവൺമെന്റ് കോളേജുകളെ, ഗവൺമെന്റ് ആശുപത്രികളെ നശിപ്പിക്കുക. അപ്പോൾ അവിടെ മരുന്നില്ല, ഉപകരണങ്ങളില്ല, ശസ്ത്രക്രിയ പറ്റില്ല. അപ്പോൾ പിന്നെ ഇവര് 40 ലക്ഷമോ 60 ലക്ഷമോ കൊടുത്ത് 5 നക്ഷത്ര ഹോസ്പിറ്റലുകളിൽ പോകേണ്ടി വരും. അതാണ് ഇടതുപക്ഷം ഇവിടെ ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്കെതിരെയുള്ള ആരോഗ്യ യുദ്ധ പ്രഖ്യാപനം തന്നെയാണ്. യാതൊരു മനസാക്ഷിയുമില്ലാത്ത, കണ്ണിൽ ചോരയില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത ഒരു വലിയ ആക്രമണം തന്നെയാണ്. ഇത് തുറന്നു കാണിക്കുന്നതാണോ തെറ്റ്? ഇത് ജനം TVയോ മറ്റു TVകളോ തുറന്നു കാണിച്ചാൽ അതാണോ തെറ്റ്? ആ കാര്യങ്ങൾ ചർച്ച ചെയ്താൽ അതാണോ തെറ്റ്? അങ്ങനെ ഭീഷണിപ്പെടുത്തി ഒരു ചാനലിലെയും അല്ലെങ്കിൽ ഒരു സംവാദകനെയും ആർക്കും ഒതുക്കാൻ കഴിയില്ല. അത് ഒതുക്കാൻ നോക്കിയല്ലോ. മന്ത്രിയുടെ സെക്രട്ടറി വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിപ്പിച്ചല്ലോ. അങ്ങനെ പിൻവലിപ്പിച്ചിട്ട് അദ്ദേഹം വീണ്ടും വന്നില്ലേ? ജനങ്ങൾക്ക് മുമ്പാകെ വന്നില്ലേ? മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്നില്ലേ? ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ആർജവത്തോടെ അദ്ദേഹം പറഞ്ഞില്ലേ? അത് കേരളത്തിന് തീ പിടിപ്പിച്ചപ്പോഴാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്കെതിരെയുള്ള ആക്രമണവുമായിട്ട് വന്നിരിക്കുന്നത്. മാധ്യമങ്ങളെ ആക്രമിച്ചാൽ മുഖം രക്ഷിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിക്കില്ല, ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും സാധിക്കില്ല. അത് സാധിക്കണമെങ്കിൽ ആത്മാർത്ഥത വേണം, മനുഷ്യത്വം വേണം. കയ്യിൽ കിട്ടുന്ന പണം ജനങ്ങളിലേക്ക് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു 2860 കോടി രൂപ കേന്ദ്രത്തിന്റെ തുക വേണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും. ആ 2860 കോടി രൂപയുണ്ടായിരുന്നില്ല എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അപ്പോൾ അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ കുരുതി കൊടുക്കുന്ന ഈ ഭരണകൂടം ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അതിന്റെ പിന്നിൽ സ്വകാര്യ മേഖലയുമായിട്ടുള്ള ഒത്തുകളി പുറത്തു വന്നേ പറ്റൂ. അതുകൊണ്ടാണ് ഈ ചർച്ച. അതുകൊണ്ട് ഈ ചർച്ച ഇവിടെ ആവശ്യമാണ്. അതെ, തീർച്ചയായും അതിഥികളിലേക്ക് എത്താം. ശ്രീ റെജി ലൂക്കോസ് എന്തായാലും ചർച്ചയിൽ നിന്ന് പിന്മാറി പോയിരിക്കുകയാണ്. ചർച്ചയിൽ നമ്മളോടൊപ്പം RMO ഡോക്ടർ മോഹൻ റോയ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ റോയ്,
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥയാണ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചൂണ്ടിക്കാട്ടിയത്. എത്രയോ ശസ്ത്രക്രിയകൾ ഉപകരണമില്ലാത്തതിന്റെ പേരിൽ മാറ്റിവെക്കപ്പെടുന്നു എന്നുള്ളത് ഇത് വർഷങ്ങളായി തുടരുകയാണെന്നും പലപ്പോഴും ഇതിനുവേണ്ടി രോഗികൾ തന്നെ ഉപകരണങ്ങൾ പുറത്തുനിന്ന് വാങ്ങി നൽകേണ്ട അവസ്ഥയാണെന്നുമാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത്. ആരോഗ്യമന്ത്രി പക്ഷേ ഇതിന്മേൽ പ്രതികരിച്ചത് ഇത് സിസ്റ്റത്തിന്റെ പിഴവാണ്, അതുമാത്രമല്ല ഇതുവരെ ഇത് ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും പൊതുസമൂഹവും ഡോക്ടർമാരുടെ സംഘടനയായ KGM-CTAയും ഒക്കെ ഡോക്ടർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം എന്നുള്ളത് താങ്കൾക്ക് കൃത്യമായി തന്നെ അറിയാമല്ലോ, ഞങ്ങളോടൊപ്പം അത് പങ്കുവയ്ക്കാമോ? നമുക്ക് അറിയാവുന്നതുപോലെ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പൊ ശസ്ത്രക്രിയ മാറ്റിവെച്ചു എന്നുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ ഡോക്ടർ ഹാരിസ് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷെ ശസ്ത്രക്രിയ മാറ്റിവെക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടു തരം ശസ്ത്രക്രിയകളുണ്ട്. ഒന്ന് അടിയന്തര ശസ്ത്രക്രിയകളുണ്ട്, പിന്നെ അടിയന്തരമായി ചെയ്യേണ്ടാത്ത ശസ്ത്രക്രിയകൾ. അപ്പൊ അടിയന്തര ശസ്ത്രക്രിയകളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന സർജറി തിയേറ്ററുകൾ എത്ര മണിവരെയാണ് പ്രവർത്തിക്കുന്നത്, അവിടെ ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയകൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പല ഡിപ്പാർട്ട്മെന്റുകളും അടിയന്തര ശസ്ത്രക്രിയകൾ മറ്റ് തിയേറ്ററുകളിൽ നടത്തുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ അടിയന്തര ശസ്ത്രക്രിയകൾ കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ടൈം, ആൾക്കാരുടെ അവൈലബിലിറ്റി, അത്തരം ഘടകങ്ങളുണ്ട്. പിന്നെ നമുക്ക് ചില കേസസ് ഇലക്റ്റീവായിട്ട് കുറച്ച് കഴിഞ്ഞ് ചെയ്യാൻ മതി എന്ന് പറയും. നമ്മളിപ്പോൾ യൂറോളജിയിൽ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് എന്നത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ ഞാനൊന്ന് ശേഖരിക്കുകയുണ്ട്. അതിൽ കഴിഞ്ഞ വർഷം ഏകദേശം യൂറോളജിയിൽ നടന്നിരിക്കുന്ന ശസ്ത്രക്രിയകൾ ഏകദേശം ഒരു 2900 ശസ്ത്രക്രിയകളാണ്. അതായത് ഈ വർഷം മെയ് വരെ 1300ഓളം. നമ്മളത് മെയ് ജൂൺ ഒരു 1400 ഒക്കെ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ 2800ലേക്ക് നടക്കുമെന്ന് നമുക്ക് പ്രൊജക്ട് ചെയ്യാം. പിന്നെ കഴിഞ്ഞ മെയ് മാസത്തിൽ ഏകദേശം ഒരു 312ഓളം ശസ്ത്രക്രിയകൾ, അതായത് നമ്മളൊരു 30 ദിവസത്തെ ഒരു കണക്ക് വെച്ചാൽ 10ഓളം ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ടെന്ന. ജൂണില് ഈ കഴിഞ്ഞ 25 വരെയുള്ള കണക്കുകളാണ് ലഭ്യമായിട്ടുള്ളത്. അതിലൊരു 242 ശസ്ത്രക്രിയകൾ, ഒരു ദിവസം ഒരു 280 10 ശസ്ത്രക്രിയകൾ വെച്ച് നടക്കുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. പിന്നെ വൃക്ക മാറ്റിവെക്കൽ കഴിഞ്ഞ വർഷം ഒരു 20ഉം ഈ വർഷം ഒരു 7 എണ്ണവും നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് കണക്കുകൾ ലഭ്യമായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു 67 ലക്ഷത്തോളം രൂപ യൂറോളജി ചികിത്സ വാങ്ങാനായിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. ഇത് 30 ലക്ഷം രൂപ ആശുപത്രി വികസന സമിതിയും 30 ലക്ഷം രൂപ അല്ലാതെ ഗവൺമെന്റ് ഭാഗമായിട്ടുള്ളത്. അപ്പൊ ഇത്തരം കണക്കുകൾ നിലവിലുള്ളപ്പോൾ ഞാൻ ഈ കണക്കുകൾ പറയുന്നത് അത് ഒരു ന്യായീകരണം എന്നുള്ള രീതിയില്ല. പക്ഷെ കണക്കുകളിൽ നിന്ന് നമുക്കൊരു പാറ്റേൺ ലഭ്യമാണ്. ഇപ്പം ഒരു വർഷം നടക്കുന്ന ശസ്ത്രക്രിയ എത്രയാണ് എന്നുള്ളത് ജൂൺ വരെ നടത്തിയത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വെച്ച് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ആ കണക്കുകൾ വലിയ വ്യത്യാസം വരുന്നില്ല. പക്ഷെ ശസ്ത്രക്രിയകൾ മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം, നമ്മളൊരു ഉപകരണം വാങ്ങുന്നതിന് മെഡിക്കൽ കോളേജിലെ ഭരണ വിഭാഗം, അതായത് സൂപ്രണ്ട് ഉൾപ്പെടെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർക്ക് അവരുടെ സാമ്പത്തിക ഒരു പരിധിയുണ്ട്. ഈ പരിധിക്ക് ശേഷമുള്ളത് നമ്മൾ അറിയില്ല. HDS ഒക്കെ ആണെങ്കിൽ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ എത്തി വരേണ്ടതുണ്ട്. ഈ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല്, ഈ ലിത്തോക്ലാസ്റ്റ് പ്രോബുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു എമൗണ്ട് ചെലവഴിക്കണമെങ്കിൽ HDSന് ചുമതലയുള്ള ജില്ലാ കളക്ടർ. അപ്പൊ എല്ലാ സ്ഥലത്തും HDSന്റെ ഒരു സംവിധാനമാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു 70-80കളിലെ സർക്കാർ ആശുപത്രികളിലെ ചില പരിമിതികൾ മറികടക്കാനുള്ള സംവിധാനമായിട്ട് HDS വന്നിരിക്കുന്നത്. അപ്പൊ അത്തരത്തില് HDSൽ നിന്നും കളക്ടർക്ക് ഒരു അപേക്ഷ പോകുന്ന ഒരു രീതിയുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് അത് അപ്രൂവ് ചെയ്യുന്നത്. അത് അപ്രൂവ് ചെയ്ത് വന്നിരുന്നു. പക്ഷെ അത് അപ്രൂവ് ചെയ്ത് വന്നപ്പോൾ ഒരു സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആദ്യം ഇതിന് ഏകദേശം ഒരു 31,000-32,000 രൂപ ആയിട്ടാണ് നമ്മൾ വിടുന്നത്. അപ്പൊ ഇതിലൊരു അത് കഴിഞ്ഞത് വന്നപ്പോൾ ഏകദേശം 41,000 രൂപയാണ്. നമുക്ക് സർക്കാർ സംവിധാനത്തിൽ അറിയാവുന്നത് പോലെ 32,000 രൂപയാണ് ഒരു സാധനത്തിന് കളക്ടർ അപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, കളക്ടർ എന്നുള്ളതല്ല ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട ഏതൊരു മേലധികാരിയും അപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതിലൊരു വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫയല് അങ്ങനെ പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ടുണ്ടായ ഒരു ഡിലേ ഇതിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തില് ഇത് സംവിധാനങ്ങളിൽ ഒരു വ്യത്യാസം വരേണ്ടതുണ്ട്. അതായത് നമുക്കറിയാവുന്നത് പോലെ നമ്മളിപ്പോ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോകുമ്പോൾ, ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴുള്ള ഒരു വ്യത്യാസം, അത് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പം ട്രോളിയിൽ ഉൾപ്പെടെ രോഗികളെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിൽ, അവിടെ ശസ്ത്രക്രിയകളും മറ്റും അവരുദ്ദേശിക്കുന്ന ഒരു സമയത്ത് നടത്തുന്നതിൽ അതിലുള്ള പരിമിതികളെന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പം സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ ആശുപത്രികളിൽ ഒരു 50 ബെഡ് അല്ലെങ്കിൽ 60 ബെഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 60 ബെഡിൽ എത്ര രോഗികൾ കാണുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്? 61 ഉണ്ടാവില്ല.
58 ഉണ്ടാവാം, മാക്സിമം 60 വരെ ഉണ്ടാവാം. മെഡിക്കൽ കോളേജുകളിലെ അവസ്ഥ അങ്ങനെയല്ല. അത് സ്വാഭാവികമായിട്ട് മറ്റൊരു കാര്യം കൂടി ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നല്ല ചികിത്സാ സഹായ പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ചികിത്സാ സഹായ പദ്ധതികളൊക്കെ വന്നതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലേക്കുള്ള ഒരു തിരക്ക് കൂടുന്നുണ്ട്. അപ്പൊ ആ തിരക്കിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് അത് നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഞാൻ അവിടെ ഒരു 8ഓളം വർഷത്തോളം അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്ത ഒരാളെന്ന രീതിയിൽ പറയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ നമ്മൾ ആ ചെന്ന് കയറുമ്പോഴുള്ള കാഷ്വാലിറ്റി വിഭാഗം തൊട്ടുണ്ടായ വ്യത്യാസം, അത് കാഷ്വാലിറ്റിയിലാവട്ടെ, വാർഡുകളിലാവട്ടെ, അവിടുത്തെ ഓക്സിജൻ സംഭരണ വിതരണ സംവിധാനത്തിലാവട്ടെ, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഉൾപ്പെടെ വളരെ അഭൂതപൂർവമായ ഒരു വളർച്ച മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നിലനിൽക്കുമ്പോഴും ഇതൊക്കെ കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ളതാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്വാഭാവികമായും സർക്കാർ സംവിധാനത്തിൽ ഒരു ഡിലേ ഉണ്ടാകാമെന്നുള്ളത് നമുക്കറിയാം. സ്വകാര്യ സ്ഥാപനങ്ങളിൽ അങ്ങനെയല്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി പരിഹരിക്കാനുണ്ട്. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ തന്നെ ഏകദേശം ഒരു 700 കോടി രൂപയുടെ ഒരു വികസന പ്രവർത്തനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്ലാൻഡ് ആയിട്ട് ഉണ്ട്. ഡോക്ടർ മോഹൻ റോയ്, ഒന്ന് ഇടപെട്ട് ചോദിച്ചുകൊള്ളട്ടെ. താങ്കൾ പറഞ്ഞതുപോലെയുള്ള പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള മാറ്റം യഥാവിധി നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്തുകൊണ്ടാണ് വർഷങ്ങളുടെ കണക്ക് നിരത്തുന്നത്? എത്രയോ തവണ യാചിച്ചും അപേക്ഷിച്ചുമാണ് പല സർജറികളും നടത്തിയത്. ഉപകരണങ്ങളും വാങ്ങാൻ രോഗികളുടെ കൂടെ സഹായത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടി വന്നു എന്ന് പറയുന്നത്. വർഷങ്ങളുടെ കണക്ക് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. 2023 മുതൽ മുടങ്ങിക്കിടക്കുന്ന ഉപകരണങ്ങളുടെ കണക്ക് കൂടി വരുന്നുണ്ടല്ലോ. പരിമിതികളിൽ നിന്നുകൊണ്ട് അതൊക്കെ പ്രാവർത്തികമാക്കേണ്ടത് ആരാണ്? ആരോഗ്യ വിഭാഗം തന്നെയല്ലേ, സർക്കാർ തന്നെയല്ലേ? അതിലേക്ക് കൃത്യമായി അധികൃതരുടെ ശ്രദ്ധ ചെലുത്തേണ്ടത് മെഡിക്കൽ കോളേജ് വിഭാഗം തന്നെയല്ലേ? അവിടെ എവിടെയാണ്, എന്തുകൊണ്ടാണ് ഈ കാലതാമസം വരുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഇത്തരത്തില് നമുക്കിപ്പോ മെഡിക്കൽ കോളേജുകളെ എക്യുപ്മെന്റിന്റെ ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം, ഇപ്പൊ എക്യുപ്മെന്റുകളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞാല് നമ്മളൊരു എക്യുപ്മെന്റ്, നമ്മൾ ഒരു നിങ്ങളുടെ വീട്ടില് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയെന്നോ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ, ഏത് ഉപകരണവുമാവട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ വാങ്ങി വെച്ചത്, അതിൽ കൃത്യമായ AMC CMC സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ നമ്മളാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ഒരു ആശുപത്രിയുള്ള സ്ഥാപനത്തില് ഇതിന് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ആ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംവിധാനത്തിൽ ഇത് അപ്ഡേറ്റ് ചെയ്യാനും ബാക്കിയുമുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. ഇതിന്റെ AMC ഉൾപ്പെടെ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെന്നും നടപ്പാക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരു ആന്റിസിപ്പേറ്റ്, ഇപ്പോൾ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യത്തിൽ തന്നെ ഒരു മാസമാകുമ്പോൾ ഈ ഒരു പ്രോബിന് ആന്റിസിപ്പേറ്ററി ആയിട്ടാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായി അങ്ങനെ തന്നെ. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാലാനുസൃതമായ മാറ്റങ്ങൾ സംവിധാനത്തിൽ വരേണ്ടതുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മെഡിക്കൽ കോളേജുകളെ കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ടുള്ള OP IP കണക്കുകളൊന്നും എടുത്തു നോക്കിയാൽ അത് വളരെ വ്യക്തമാണ്. കാരണം എത്രയോ ഇരട്ടി രോഗികൾ വരുന്നുണ്ട്. ആ ഇരട്ടി രോഗികൾ വരുന്നതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ അത് തന്നെ നേരത്തെ സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞ പോലെ ഒരു 700-750 കോടി രൂപയുടെ ഒരു വികസന പ്രവർത്തനങ്ങൾ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ പുറത്ത് കോൺഫറൻസുകളിലൊക്കെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 480-500 കോടി രൂപ ആണ് സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നിരിക്കെ എക്സിസ്റ്റിംഗ് ആയ ഇത്രയും സംവിധാനങ്ങളുള്ള ഒരു മെഡിക്കൽ കോളേജിലേക്ക് 700 കോടി രൂപയോളം പമ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ പറഞ്ഞതുപോലെ സമയബന്ധിതമായി പെട്ടെന്ന് പണി തീർക്കാനുള്ള പല സംഭവങ്ങളും ഏകോപിപ്പിച്ച് നടക്കേണ്ടതുണ്ട്. അതൊക്കെ നടത്തുന്നേ ഒരു സീംലെസ് ആയിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ചികിത്സ നടക്കുകയുള്ളൂ. അവിടെയും ഞാൻ കൃത്യമായി പറയട്ടെ, അങ്ങനെ നടക്കേണ്ടത് ഡോക്ടർ മോഹൻ റോയ് സാധാരണക്കാരുടെ ഒരു ആവശ്യം കൂടിയാണല്ലോ. നമുക്ക് ഈ പരിമിതികളൊക്കെ ചൂണ്ടിക്കാട്ടാം. അതോടൊപ്പം ഒരു കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. ഡോക്ടർ ഹാരിസ് ചിറക്കലിന് മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നുമില്ല. ഇന്ന് ആരോഗ്യമന്ത്രി അദ്ദേഹത്തെ വളരെ ഹാർഡ് വർക്കിങ്ങും ജെനുവിനുമായിട്ടുള്ള ഒരു ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായത്തിലും ആ ജെനുവിനിറ്റി ഉണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതുകൂടി താങ്കൾക്ക്, അദ്ദേഹത്തിന് ഒരു ഐക്യദാർഢ്യം കൂടി താങ്കൾക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുകയില്ലേ? മറ്റെല്ലാ ഡോക്ടർമാരും അദ്ദേഹത്തിനോട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ RMO എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് താങ്കൾ എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട് എന്നുകൂടി അറിയണം എന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്. മാഡം എന്നോട് സംസാരിക്കുന്നത് ഞാനാണ് ഇപ്പോഴും മെഡിക്കൽ കോളേജ് RMO എന്ന തരത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് RMO അല്ല. ഞാൻ ഒരു വർഷം മുമ്പ് ഞാൻ കൊല്ലം മെഡിക്കൽ കോളേജിൽ സൈക്യാട്രി വിഭാഗം മേധാവി മാത്രമായിട്ടാണ് ജോലി ചെയ്തത്. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ RMO അല്ല. പക്ഷേ ഡോക്ടർ ഹാരിസ് ഫസൽ എന്ന് പറയുന്നത് എനിക്ക് പഠിക്കുന്ന കാലം തൊട്ട് തന്നെ അറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാനും പറയുന്നത്.
ഡോക്ടർ ഹാരിസിനെ എനിക്ക് വ്യക്തമായി അറിയാവുന്ന ആളാണ്. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നപ്പോൾ പല കാര്യങ്ങൾക്കും പല രോഗികളുടെ കാര്യത്തിലും അദ്ദേഹത്തിനെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ പോസിറ്റീവായ ഫീഡ്ബാക്ക് ഡോക്ടർ ഹാരിസിന്റെ ഭാഗത്തുനിന്നും പല രോഗികളുടെ ഭാഗത്തുനിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇത് പറയുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും യഥാർത്ഥത്തിൽ കാലാനുസൃതമായി ഉണ്ടായിരിക്കുന്ന രോഗികളുടെ തിരക്കിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലുള്ള പൊതു ഗതാഗത സംവിധാനങ്ങൾ ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഉൾപ്പെടെ കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നുണ്ടോ? ഹൈവേ പദ്ധതികളുണ്ട്, റോഡുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികൾ, എന്ത് സംവിധാനമാണെങ്കിലും കാലാനുസൃതമായി ജനോപകാരപ്രദമായി മാറ്റേണ്ടതാണ് എന്നുള്ള കാര്യത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഡോക്ടർ ഹാരിസൺ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ വിഷയത്തെ അങ്ങനെ കണ്ടത്. പ്രൊഫസർ AG ജോർജ്, ഇവിടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ അഭിപ്രായത്തോട് യോജിപ്പും വിയോജിപ്പും രേഖപ്പെടുത്തുന്നവരുണ്ടല്ലോ. അത്തരത്തിലുള്ള ഒരു വിയോജിപ്പിന്റെ ഫലമായിട്ടാണ് ഇടതു നിരീക്ഷകനായ ശ്രീ റെജി ലൂക്കോസ് നമ്മുടെ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിപ്പോയത്. ഈ വിയോജിപ്പ് പറയുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് പഴയതുപോലെയല്ല നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, മെഡിക്കൽ കോളേജുകളൊക്കെ വളരെ ഉന്നത നിലവാരം പുലർത്തുന്നുണ്ട്. രോഗികളുടെ വലിയ രീതിയിലുള്ള തിക്കും തിരക്കും കാരണമാണ് ഇത്തരത്തിൽ പല കാര്യങ്ങൾക്കും ഒരു കാലതാമസം വരുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥ വസ്തുത എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡോക്ടർക്ക് ഇതൊന്നും പൊതുസമൂഹത്തോട് വിളിച്ചു പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ ഇകഴ്ത്തിക്കാട്ടേണ്ട ഒരു വ്യക്തിപരമായ ആവശ്യവും അദ്ദേഹത്തിനില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു നിജസ്ഥിതി പുറത്തു കാട്ടുമ്പോൾ ആ അഭിപ്രായത്തോട് യോജിച്ച് നിന്നുകൊണ്ട് അത് മാറ്റാനുള്ള മറ്റ് തുടർ പ്രക്രിയകളിലേക്ക് പോകാം എന്നുള്ളൊരു ഉറപ്പല്ലേ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്? അത്തരമൊരു ഉറപ്പ് ലഭിച്ചാലല്ലേ പൊതുസമൂഹവും തങ്ങളുടെ സർക്കാരാണ്, തങ്ങളെ ഭരിക്കുന്ന സർക്കാർ തങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരു സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനം നടപ്പിലാക്കും എന്ന് കരുതുകയുള്ളൂ. എന്നാലല്ലേ ആത്മവിശ്വാസമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. അതിനു പകരം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചില അജണ്ടകൾ വെച്ചുകൊണ്ടാണ്, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ താഴേക്ക് പോകുന്നത് ആരാണ്? സാധാരണക്കാരുടെ മനസ്സ് തന്നെയല്ലേ? രോഹിണി, ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ചതായിട്ടുള്ള വെളിപ്പെടുത്തിയതായിട്ടുള്ള അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതെ വന്നപ്പോഴാണല്ലോ ഇവിടുത്തെ ചില പാനലിസ്റ്റുകളൊക്കെ ഒളിച്ചോടി പോകേണ്ടതായി വന്നത്. ചില കണക്കുകളൊക്കെ ഊതിപ്പെരുപ്പിച്ച്, രോഹിണി തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കണക്കുകൾ കൊണ്ട് ചില അഭ്യാസങ്ങൾ നടത്തി ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കാനായി നടത്തിയ ശ്രമങ്ങളെല്ലാം അമ്പയെ പാളിയതുകൊണ്ടാണല്ലോ ഈ തരത്തിൽ അവർക്ക് പലപ്പോഴും മാളത്തിൽ ഒളിക്കേണ്ടി വരുന്നത്. ഇവിടെ അല്പം മുൻപ് സംസാരിച്ച ഒരു ഡോക്ടർ തന്നെ സർക്കാരിൻ്റെ കണക്കുകൾ ആവർത്തിച്ച് സർക്കാരിനെ പ്രതിരോധിക്കാനല്ല അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടു. എനിക്ക് വളരെ വിചിത്രമായി തോന്നിയത് അദ്ദേഹം ചർച്ച അവസാനിച്ചപ്പോൾ നടത്തിയ ഒരു താരതമ്യമാണ്. അദ്ദേഹം പറയുന്നത് പൊതു ഗതാഗത മേഖലയിലൊക്കെ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വാഹനങ്ങൾ അല്ലെങ്കിൽ പൊതുഗതാഗതം ക്രമീകരിക്കാൻ ഏതെങ്കിലും സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ഒരു ഡോക്ടറായ അദ്ദേഹം ചോദിക്കുമ്പോൾ ഈ അദ്ദേഹവും ഏതാണ്ട് ഒരു ക്യാപ്സ്യൂൾ വാഹകനായി തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തതെന്ന് പറയേണ്ടിയിരിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട്. അദ്ദേഹത്തിൻ്റെ താരതമ്യം തന്നെ എത്ര അശാസ്ത്രീയമാണ് രോഹിണി. ഒരാശുപത്രിയിൽ ജീവന് വേണ്ടി വരുന്നതായിട്ടുള്ള ഒരു രോഗിയെ സംരക്ഷിക്കുക എന്ന, അതിനായി ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനം അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ പരമമായ ഉത്തരവാദിത്തമാണ്. ഇവിടെ ഒരു കാര്യം കൂടെ കാണണം, ആവർത്തിച്ച് പറഞ്ഞതാണ്, രോഹിണി തന്നെ പറഞ്ഞു, ഇവിടെ മന്ത്രി വിലപിക്കുന്നു, അതായത് സിസ്റ്റമിക് ഫെയിലിയറാണ്, അതായത് സിസ്റ്റത്തിൻ്റെ തകരാറ് കൊണ്ട് സംഭവിച്ചാണ്. ഞാനൊരു വളരെ ലളിതമായ ചോദ്യം ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കട്ടെ, ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കാൻ ഉത്തരവാദപ്പെട്ട ആൾ ആരാണ്? ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയല്ലേ ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നയാൾ? അപ്പോൾ ഈ സിസ്റ്റം തകരാറായതെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് പ്രവർത്തനങ്ങളും തകരാറിലായി എന്ന് സമ്മതിക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുഴുവൻ ഉത്തരവാദിത്വവും അവർ തന്നെ ഏൽക്കേണ്ടതായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. എവിടെയെങ്കിലും സിസ്റ്റത്തിൽ തകരാറുണ്ടെങ്കിൽ ആ ഭരണത്തെ ഉണ്ടാകുന്ന അപാകതകൾ പരിഹരിക്കാനാണല്ലോ ഓരോരോ വകുപ്പുകൾക്ക് പ്രത്യേകമായിട്ടുള്ള മന്ത്രിമാരെയൊക്കെ നിയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ രോഹിണിയുടെ ശ്രദ്ധയിൽ നമ്മളെല്ലാവരും കേട്ടതാണെങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒരു മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളിൻ്റെ വൃക്കയുമായി 150 കിലോമീറ്റർ വേഗത്തിൽ ഒരു ആംബുലൻസ് ഓടിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന്
കാഷ്വാലിറ്റിയുടെ വാതുക്കൽ കോറിഡോറിൽ ആ ഡ്രൈവർ ആ വൃക്കയുമായി കാത്തിരുന്ന ഒരു സന്ദർഭം ഈ ബഹുമാനപ്പെട്ട ഡോക്ടർ ഹാരിസ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. കാരണം അത് വാങ്ങിയെടുക്കാൻ ആളില്ല. ഈ പറയുന്ന വൃക്കയുടെ ആയുസ് വളരെ പരിമിതമാണ്. തക്ക സമയത്ത് അത് വാങ്ങിയെടുക്കാൻ പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അന്ന് സൗകര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുന്നു, അതുണ്ടാക്കിയ കറുത്ത പാട് മായ്ക്കാൻ ഞങ്ങളൊക്കെ കുറേ കാലമായി ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. രോഹിണി, അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, അതായത് 41,000 രൂപ വിലയുള്ള ഒരു ഉപകരണത്തിൻ്റെ അഭാവം കൊണ്ടാണ് 23 വയസ്സുകാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഈ പറയുന്ന ഈ മൂത്രത്തിലെ അല്ലെങ്കിൽ മൂത്രാശയത്തിലെ കല്ല് മാറ്റുന്നതിനുള്ള ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നത്. ഈ 41,000 രൂപ എങ്ങനെ ഉണ്ടായി? അതായത് ഇവർ 30,000 രൂപ വിലയുള്ള ഈ സാധനം വാങ്ങുന്നതിനായി, ഇതിനോട് ചേർത്ത് മറ്റു ചില സാധനങ്ങൾ വാങ്ങുന്നതിനായി നിലവിലുള്ള നിയമം അനുസരിച്ച് 1 ലക്ഷം രൂപയിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ ആശുപത്രി വികസന സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ ജില്ലാ കളക്ടറുടെ അനുവാദം വേണം. അപ്പോൾ ഈ 30,000 രൂപ വിലയോടൊപ്പം മറ്റ് സാധനങ്ങൾ വാങ്ങാനുള്ള അനുമതിക്കായി ആഴ്ചകൾക്ക് മുൻപേ കളക്ടർക്ക് അപേക്ഷ നൽകി. എന്നാൽ കളക്ടർ ഇത് സ്വാഭാവികമായി ചുവപ്പ് നാടയിൽ കുരുങ്ങി അനുവാദം തിരിച്ചു വന്നപ്പോഴേക്കും ഈ 30,000 രൂപയുടെ സാധനത്തിൻ്റെ വില 41,000 വർദ്ധിച്ചു. അപ്പോൾ വീണ്ടും പണം കൂടുതൽ ചെലവഴിക്കേണ്ടതായി വന്നു. അപ്പോൾ എന്ത് ചെയ്തു? മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് വീണ്ടും കളക്ടറുടെ അനുവാദം വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ഫയൽ തിരുവനന്തപുരം ജില്ലാ കളക്ടറിലേക്ക് മടക്കി അയച്ചിട്ട് അതിൻ്റെ മറുപടിക്കായി കാത്തിരുന്ന ഒരു സാഹചര്യം ഈ ബഹുമാനപ്പെട്ട ഡോക്ടർ ഹാരിസ് വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. അതുപോലും സാധിക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടത്. അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നു, ഞാനൊരു വകുപ്പ് അധ്യക്ഷനാണ്, ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും 1 രൂപയ്ക്കുള്ള സാധനം പോലും എനിക്ക് നേരിട്ട് വാങ്ങാൻ അധികാരമില്ല. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഈ പറയുന്നതായിട്ടുള്ള ഈ അതിസങ്കീർണമായിട്ടുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് 23 വയസ്സുകാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അതിവേദനയുമായി ഇന്നും കഴിയേണ്ടി വരുന്നത് എന്നത് നാം കാണാതെ പോകരുത്. ഇവിടെ കുറേ കണക്കുകൾ പറഞ്ഞു. ഇത്ര 17,500 ശസ്ത്രക്രിയ നടത്തി, യൂറോളജിയിൽ ഇത്ര നടത്തി. ഞാനൊന്ന് ചോദിക്കട്ടെ രോഹിണി, 3 കോടിയിലധികം ജനങ്ങളുള്ളതായിട്ടുള്ള ഈ കേരള സംസ്ഥാനത്തിലെ 17,500 ശസ്ത്രക്രിയയാണോ ഇവരുടെ കണക്കെന്ന് പറയുന്നത്? ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണം. ജില്ലാ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടതായ മെഡിക്കൽ കോളേജുകൾ അതിദയനീയമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ കഴിയുന്നത്. ഉദാഹരണമായി കോന്നിയിൽ ഒരു മെഡിക്കൽ കോളേജുണ്ട്, വയനാട്ടിലൊരു മെഡിക്കൽ കോളേജുണ്ട്. അവിടെയൊക്കെ ഒന്ന് പോയി നോക്കണം, അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. രോഹിണി പോലും കേട്ടാൽ ഞെട്ടും. ഈ അടുത്ത കാലത്ത് ദേശീയ നാഷണൽ മെഡിക്കൽ കൗൺസിൽ പരിശോധനയ്ക്ക് വരുന്നു എന്നറിഞ്ഞ് കോന്നി മെഡിക്കൽ കോളേജിൽ ആവശ്യമായിട്ടുള്ള അധ്യാപകരില്ലെങ്കിൽ അതിൻ്റെ അംഗീകാരം നഷ്ടപ്പെടുമെന്നറിഞ്ഞപ്പോൾ രായ്ക്ക് രാമാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും 38 പേരെ സംഘമായി സ്ഥലം മാറ്റി കടലാസിൻ്റെ ഒരു ഉത്തരവുണ്ടാക്കി. അവർ അവിടെ പോയി 2 ദിവസം നിൽക്കുമ്പോൾ മെഡിക്കൽ കൗൺസിൽ പരിശോധന നടത്തും. അവിടുത്തെ സ്റ്റാഫാണെന്ന് കാവും. മെഡിക്കൽ കൗൺസിൽ തിരിച്ചു പോകും. ഈ പോയ ഡോക്ടർമാരെല്ലാം അതിനേക്കാൾ വേഗത്തിൽ മടങ്ങി വരുന്ന ഒരു സാഹചര്യം. ഇതാണ് ഇവിടുത്തെ ഈ പറയുന്ന, ഒരു തരത്തിൽ പറഞ്ഞാൽ കസേര കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മെഡിക്കൽ കോളേജുകൾ. മറ്റൊരു കാര്യം കൂടെ രോഹിണി ഞാൻ പറയാതിരിക്കാൻ നിവർത്തിയില്ല. കഴിഞ്ഞ 50 വർഷമായി തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ്. ഇവിടുത്തെ സർക്കാർ ആശുപത്രിയുടെ ഉള്ളിലേക്ക് ദയവായിട്ട് രോഹിണി അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ഒന്ന് പോയി നോക്കണം. ഈ മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രിയിലും അതുപോലെ ചുറ്റുവട്ടത്തുള്ള ആശുപത്രികളിലൊക്കെ യഥാർത്ഥത്തിൽ രോഗികൾ കിടക്കുന്നത് പലപ്പോഴും കട്ടിലിൻ്റെ അടിയിലും ഇടനാഴികളിലുമാണ്. കാരണം ഈ രോഗികൾക്ക് കിടക്കാൻ ആവശ്യമായിട്ടുള്ള കിടക്കകളില്ല. അത്യന്തം ദയനീയവും സങ്കടകരവുമായ കാഴ്ചയാണ് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ ഈ സ്വന്തം ജനങ്ങൾ ഉപേക്ഷിച്ചതായിട്ടുള്ള രോഗികൾ. അവരൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആരുമില്ല. അനാഥരായിട്ടുള്ള വളരെ പ്രായം ചെന്ന ഗുരുതരമായ രോഗികളായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകമായ ഒരു വാർഡ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ വാർഡിൻ്റെ ആ അകത്തെ അവസ്ഥയൊക്കെ ഒന്ന് പോയി കാണണം. നേരായി അവരെ ശുശ്രൂഷിക്കുന്നതിനും നേരായി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനുമുള്ള സംവിധാനങ്ങളില്ല. കാരണം ആശുപത്രികളിൽ പലപ്പോഴും സ്റ്റാഫിൻ്റെ ഷോർട്ടേജ്, അഭാവമുണ്ട്. വേണ്ട രീതിയിൽ ഡോക്ടർമാരില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സർക്കാർ ആശുപത്രിയാണല്ലോ നമ്മൾ പരമ്പരാഗതമായി വിളിക്കുന്ന കണ്ണാശുപത്രി. ആ കണ്ണാശുപത്രിയിൽ ഞാൻ ഒരിക്കൽ കടന്നുപോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു.
ഏതാണ്ട് ഒരു 1000-1200 രോഗികൾ അവിടെ ഒരു ഇടുങ്ങിയ മുറിയിൽ കാത്തിരിക്കുകയാണ് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടി. രാവിലെ 6 മണി മുതൽ വന്നിരിക്കുന്ന ആളുകൾക്ക് മടങ്ങി പോകണമെങ്കിൽ ഏതാണ്ട് രാത്രി 7 മണി വരെയാകും. അവർക്കവിടെ ശരിയായ രീതിയിൽ ഇരിക്കാനുള്ള അടിസ്ഥാന സൗകര്യമില്ല. കണ്ണൊക്കെ പരിശോധിച്ച് ഓരോരുത്തരെയും മാറ്റി മാറ്റി വിളിച്ചു വരുമ്പോഴത്തേക്ക് അനന്തമായി നീണ്ടുപോവുകയാണ്. കാരണം അവിടുത്തെ ഡോക്ടർമാരുടെ എണ്ണം പരിമിതമാണ്, നേഴ്സുമാരുടെ എണ്ണം പരിമിതമാണ്. ഇവിടെ പറയുന്നല്ലോ കിഫ്ബിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി, അതുപോലെ ഒരുപാട് കോടികൾ മുടക്കി എന്നൊക്കെ പറയുന്നു. ഇതെവിടെ പോകുന്നു? അത് അടിയന്തരമായി അന്വേഷിക്കണം. ഒരു കാര്യം കൂടെ രോഹിണി പറയണം. അതായത് ഡോക്ടർ ഇവിടെ പറഞ്ഞല്ലോ, ഹാരിസ് പറഞ്ഞു, അതായത് ലക്ഷക്കണക്കിന് രൂപ ഓരോ ആശുപത്രികളുടെയും വികസന സമിതികളിലുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കൗൺസിലുണ്ട്. അതിൻ്റെ അധ്യക്ഷനാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ. ഈ പറയുന്ന ആശുപത്രി വികസന സമിതികളിലൊക്കെ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധിയും ആ പ്രദേശത്തെ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷൻ്റെ കൗൺസിലറോ ഒക്കെ ഉൾപ്പെടുന്നതാണ്. അവിടെ ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ അവിടെ ഉണ്ട്. ആ പണമൊന്നും വേണ്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള ജാഗ്രത കാട്ടാത്ത ഈ പറയുന്ന ആശുപത്രി വികസന സമിതികൾ പോലും ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാൻ സാധ്യമല്ല എന്ന് ഡോക്ടർ ഹാരിസ് വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഈ തരം പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനും വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നതിനുമുള്ള സംവിധാനം അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പാവപ്പെട്ടവരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള വേദന അനുഭവിക്കുന്ന മാരകമായ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രങ്ങളായ മെഡിക്കൽ കോളേജുകളും അതുപോലെ പൊതു ആശുപത്രികളും സർക്കാർ ആശുപത്രികളും അതിക്രൂരമായ രീതിയിലാണ് പലയിടത്തും ഈ പാവപ്പെട്ട രോഗികളോട് ഇടപെടുന്നത്. അതിനുള്ള സാഹചര്യം ഡോക്ടർമാർക്ക് പോലും സഹിക്കാനാവാത്തതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് ഇത്രയും പ്രശസ്തനായ ഒരു ഡോക്ടറിന്റെ ഈ വെളിപ്പെടുത്തൽ എന്ന് കാണണം. ഇതിനകത്ത് രാഷ്ട്രീയം കാണാനായി ശ്രമിക്കരുത്. രോഗിയായി പോകുന്നവൻ അതുതന്നെയാണ് ഏറ്റവും ദയനീയം. ആ ഡോക്ടറുടെ വാക്കുകളിൽ പോലും രാഷ്ട്രീയം കൂട്ടിക്കലർത്തി അതിനൊരു പ്രതികരണം നടത്തുന്നത് മാത്രമാണ് ഏറ്റവും അപഹാസ്യമായ കാര്യവും. ശ്രീ റോണി കെ ബേബി, പ്രവർത്തിക്കാത്ത ലിഫ്റ്റുകളുടെ അപര്യാപ്തത, അതിലുപരി വലിയ രീതിയിലുള്ള മരുന്ന് ക്ഷാമം, എന്തിന് വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിനയ്ക്ക് ഇതുവരെ നഷ്ടപരിഹാര തുക പോലും ലഭിച്ചിട്ടില്ല. ICUവിനകത്ത് പീഡിപ്പിക്കപ്പെട്ട ഒരു യുവതി, അവരുടെ നീതി ലഭ്യമാക്കുന്നതിന് പകരം അടുത്തുള്ള സ്റ്റാഫുകളെ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം. ഇങ്ങനെ പോകുന്നു ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ദുരവസ്ഥ. എന്നിട്ടും ഒരു ഡോക്ടറുടെ തുറന്നു പറച്ചിലിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിരോധം സൃഷ്ടിക്കുന്നത്. എവിടെയെങ്കിലും ഒരു മാറ്റം വേണ്ടതല്ലേ എന്നാഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് മുന്നിൽ വീണ്ടും ഒരു ചോദ്യചിഹ്നമായി തന്നെ ആരോഗ്യ കേരളം നിൽക്കുകയാണ്. രോഹിണി, ഒരു കാലത്ത് കേരളം ലോകത്തിന് മുമ്പിൽ തലയുയർത്തി നിന്നത് അമർത്യ സെന്നിന്റെ ഒക്കെ പുസ്തകങ്ങളോട് നോക്കിക്കഴിഞ്ഞാല് ഒരു കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്, കേരള വികസന മാതൃക. അതിന്റെ അടിസ്ഥാനമായി ചൂണ്ടിക്കാട്ടപ്പെട്ട 2 കാര്യങ്ങളായിരുന്നു. ഒന്ന് ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ, 2 വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ. ആ 2 രംഗത്തും നമ്മളിപ്പോൾ വളരെയധികം പുറകോട്ട് പോവുകയാണ്. ഈ ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചില് അത് ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ്. അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പൊ രോഹിണി വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇനിയും നമ്മൾ നേരിടാൻ പോകുന്ന വലിയ പ്രശ്നം ഇവിടുത്തെ മരുന്ന് ക്ഷാമമാണ്. ഏറ്റവും പുതിയ കണക്ക് അനുസരിച്ച് വിവിധ മരുന്ന് കമ്പനികൾക്ക് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കൊടുക്കാനുള്ളത് 600 കോടി രൂപയുടെ കുടിശ്ശികയാണ്. ഏറ്റവും അവസാനം 2025-26 സാമ്പത്തിക വർഷത്തേക്ക് നടത്തിയ ടെൻഡറിൽ ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മരുന്ന് ഉൽപാദക കമ്പനി ഒന്നും പങ്കെടുത്തിട്ടില്ല. പല കമ്പനികളുടെ പേര് വായിക്കാം: ജോൺസൺ ആൻഡ് ജോൺസൺ, ബാക്സ്റ്റർ, ഫൈസർ, പെന്റഗൺ, ലോട്ടസ് സർജിക്കൽസ്, ഹസി ഫാർമ. ഇവരൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മരുന്ന് ഉൽപാദക കമ്പനികൾ. അവരെല്ലാം ആ ടെൻഡർ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഗവൺമെന്റിന്റെ പ്രയോറിറ്റി? ഇവിടെ പറയുന്നത് 7000 കോടി രൂപ ഇവിടെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. നമ്മൾ സത്യസന്ധമായി പരിശോധിക്കണം അതിൽ ആക്ച്വലി എത്ര ശതമാനം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ കണക്കുകളനുസരിച്ച് 40-45% കൂടുതൽ ഒരു വകുപ്പിലും ഇവര് ഫണ്ട് ചെലവഴിച്ചിട്ടില്ല. ബാക്കി മുഴുവൻ ഇവര് വകമാറ്റിയാണ് ചെയ്തത്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ വലിയ അഭിമാനത്തോടെ പറയുക 2800 ശസ്ത്രക്രിയ നടത്തി. അതിന്റെ എന്താന്നുള്ളത് കൃത്യമായി ഡോക്ടർ ഹാരിസ് പറഞ്ഞിട്ടുണ്ട്. രോഗികൾ തന്നെ പിരിവെടുത്ത് ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ് തുന്നി വെക്കുവാനുള്ള നൂല് സഹിതം
ഡോക്ടർക്ക് കയ്യിലിടുവാനുള്ള ഗ്ലൗസ് സഹിതം മേടിച്ചു കൊടുത്താണ് ഈ ശസ്ത്രക്രിയകളൊക്കെ നൽകിയിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഈ മെഷീന്റെ ഉപകരണങ്ങൾ വാങ്ങേണ്ടത് ഹൈദരാബാദിൽ നിന്നാണ്. ഈ പാവപ്പെട്ട രോഗികൾക്കൊന്നും അത് മേടിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന ശസ്ത്രക്രിയകളുടെ എണ്ണം കാണിച്ച് ഇതാണ് പിന്നെ ആരോഗ്യ കേരളം നമ്പർ 1 എന്നൊന്നും ഇവിടെ അവകാശപ്പെടേണ്ടതില്ല. പ്രശ്നം എന്ന് പറയുന്നത് ഗവൺമെന്റിന് ഇവിടെയുള്ള പ്രയോറിറ്റി നഷ്ടപ്പെട്ടിരിക്കും. ഇവർക്കുള്ള ഒറ്റ പ്രയോറിറ്റി ഉള്ളത് ധൂർത്ത് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും PR വർക്ക്. ഈ പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തിന് വേണ്ടി തന്നെ കോടിക്കണക്കിന് കോടി രൂപയെ ചെലവഴിച്ചത്. ഇവിടെ മരുന്ന് വാങ്ങാൻ വേണ്ടി അവർക്ക് കൊടുക്കാൻ പൈസയില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇന്നോവ മേടിക്കാനോ അല്ലെങ്കിൽ കിയ മേടിക്കാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംവിധാനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് പണിയാൻ വേണ്ടിയും നമ്മുടെ പശുക്കൾ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാനും നീന്തൽക്കുളം പരിഷ്കരിക്കാനും ഒക്കെ ഇവർക്ക് എത്ര കോടി വേണമെങ്കിലും ചെലവഴിക്കാം. രാഷ്ട്രീയ പ്രതിയോഗികൾ പിന്നെ അവരെ കൊന്നതിന്റെ പേരിലുള്ള കേസുകൾ വാദിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ പിന്നെ കൊടുത്ത് സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവരാം. മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ പ്രതിയായ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് എത്ര കോടി മുടക്കിയാണ് നമ്മൾ കണ്ടു. ഈ പറയുന്ന കേരളത്തിലെ ഈ പറയുന്ന ചെലവഴിച്ചത് കോടതിയിൽ കേസ് വാദിക്കാൻ വേണ്ടി തന്നെ അഭിഭാഷകരെ കൊണ്ടുവന്നു. അപ്പോൾ ഇതിന്റെ പ്രയോറിറ്റിയാണ് പ്രശ്നം. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്ത് സഹിച്ചാലും കുഴപ്പമില്ല. ഇവിടെ നമ്മൾ കണ്ടു എത്രമാത്രം സമർത്ഥമായിട്ടാണ് അദ്ദേഹം ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി ഉള്ള കുറെ ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ ഉള്ളത് കൊണ്ട്, ഇങ്ങനെ കുറെ അടിമ പണി ചെയ്യാൻ വേണ്ടി കുറെ ആളുകൾ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ തീർച്ചയായും സമയക്കുറവുള്ളതുകൊണ്ടാണ് ശ്രീ റോണി കെ ബേബി ഇടപെടുന്നത്. അവിടെ നിന്ന് തന്നെ തുടങ്ങണം. താങ്കൾ പറഞ്ഞു നിർത്തിയെടുത്ത് അടിമപ്പണി ചെയ്യാൻ കുറെ ആളുകൾ ഉള്ളതുകൊണ്ട് ഡോക്ടർ ഹാരിസ് ചിറക്കലും പറഞ്ഞത് അത് തന്നെയാണ്. കൈക്കൂലി വാങ്ങാതെയും നടുവളയ്ക്കാതെയും ജോലി ചെയ്തതുകൊണ്ടാണ് തൻ്റെ ജീവിതവും ഔദ്യോഗിക ജീവിതവും സുഖകരമല്ലാതായത് എന്നുള്ളതാണ്. ഇവിടെ കുറേ അടിമപ്പണിക്കാരും ക്യാപ്സ്യൂൾവാദികളുമൊക്കെ ഉള്ളിടത്തോളം കാര്യം സർക്കാരിന് ഇങ്ങനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനാകും. പക്ഷേ ഇതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു പൊതുസമൂഹമുണ്ട് എന്നുള്ള കാര്യവും സർക്കാർ മറക്കാതിരുന്നാൽ നന്ന്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.